Hello. Good morning. Good morning, ma'am. ഓക്കെ. അപ്പൊ നമ്മള് ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞുള്ള നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ അതിനു മുമ്പ് എന്ത് ചെയ്യാ, നമ്മൾ ഇന്നലെ എടുത്തു നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ പറഞ്ഞേ. സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഓർഗൻസ് ഇൻ ദ അലിമെന്ററി കനാൽ ഓഫ് കോക്രോച്ച് സ്റ്റാർട്ടിംഗ് ഫ്രം മൗത്ത്. ആ മൗത്ത് മുതൽ തുടങ്ങിയിട്ട് അങ്ങോട്ടുള്ള കറക്റ്റ് സീക്വൻസ് ഒന്ന് പറഞ്ഞേ. ഏതാണ് ഇതില്? ജസ്റ്റ് ഒന്നുകൂടി നോക്കിയേ. ഏലൊരു സാധനം, മെയിൻ ആയിട്ടുള്ള ഒരു സാധനം വിട്ടുപോയിട്ടുണ്ട്. ജസ്റ്റ് വേഗം നോക്കി പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബയോമോളിക്യൂൾസ് എടുക്കാം. ഏതാണ്? ഡി ആണോ പറഞ്ഞത്? ഡിയാ? ഓക്കെ. ഡി ആണെങ്കിൽ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്. ഇവിടെ ക്രോപ്പ് മാത്രമേ ഉള്ളൂ, ഗിസാർഡ് കാണുന്നില്ല കേട്ടോ. ഗിസാർഡ് അല്ലെങ്കിൽ പ്രോവെൻട്രിക്കുലസ് എന്തായാലും വേണം. ഗിസാർഡ്, അത് കഴിഞ്ഞിട്ട് ഇലിയം, കോളൻ, റെക്ടം. ആ ഒരു ഓർഡർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ. സെലക്ട് ദ കറക്റ്റ് റൂട്ട് ഫോർ ദ പാസേജ് ഓഫ് സ്പേംസ് ഇൻ മെയിൽ ഫ്രോക്സ്. ഇന്നലെ കുറേ പറഞ്ഞതാണ്. ആ ഒരു ഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ എന്താണ് നിങ്ങളുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ള, അതിൽ നിന്ന് എടുത്തതാണ്. അപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പാത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏതാണ് വരുന്നത്? വേഗം ഒന്ന് നോക്കി പറഞ്ഞേ. വായിക്കണോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ഗസ് ചെയ്യെങ്കിലും ചെയ്യ്. ആർക്കെങ്കിലും അറിയോ? വേഗം പറ. അറിയില്ലാന്നെങ്കിലും പറ, ഇല്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. കേൾക്കാഞ്ഞിട്ടാണോ? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. അറിയില്ല മാം. ഓക്കെ. ഇതില് ഡി ആണ് കേട്ടോ കറക്റ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ടെസ്റ്റസ് കഴിഞ്ഞു, അതിൽ നിന്ന് വാസൈപ്രൻഷ്യ, പിന്നെന്താ കിഡ്നീസിൽ നിന്ന് എവിടെ ബിറ്റേഴ്സ് കനാലിൽ പോവും, പിന്നെ യൂറിനോജനൈറ്റൽ ഡക്ട്, ദെൻ ക്ലോയേക്ക. ഓക്കെ, ഡി ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. ഇത് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ഇഫ് ദ ഹെഡ് ഓഫ് കോക്രോച്ച് ഇസ് റിമൂവ്ഡ് ഇറ്റ് മേ ലിവ് ഫോർ എ ഫ്യൂ ഡേയ്സ് ബിക്കോസ്. ഹെഡ് പോയി കഴിഞ്ഞാലും കുറച്ച് ദിവസം അത് ജീവിച്ചിരിക്കേണ്ടാവും. കാരണം എന്തായിരിക്കും? സെൻട്രൽ പാർട്ട്. അതന്നെ. ഈ ഇതിൽ ഏതാണ്? ബി അല്ലേ? അതന്നെ, ബി തന്നെയാണ്. വെൻട്രൽ പാർട്ടിലാണ് മോസ്റ്റ് ഓഫ് ദ എന്താണ് ആ ഒരു നെർവസ് സിസ്റ്റം ഇതൊക്കെ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ. ഇത് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തില്ല എന്ന് തോന്നുന്നു, പക്ഷെ എന്താണ് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി എടുത്തതാണ്. ഓക്കെ. ഇങ്ങനെ ഒരു ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുമ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ. Frog's heart when taken out of the body continues to beat for some time. Select the best option for the following statements. എന്ന് വെച്ചാല് ഫ്രോഗിന്റെ എന്താണ് ഹാർട്ട് ബോഡീന്റെ പുറത്തെടുത്ത് കഴിഞ്ഞാലും കുറച്ച് സമയം അത് എന്ത് ചെയ്യും? ബീറ്റ് ചെയ്യും. ഓക്കെ. അതിനുള്ള എന്താണ് അതിന്റെ എന്താണ് കാരണം, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നമ്മളോട് ഇതാക്കാനാണ്. നിങ്ങൾക്ക് അറിയോ? അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിന്റെ വരുന്നത് എന്താണെന്ന് വെച്ചാല്, ഫ്രോഗിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്, മയോജനിക് ആയിട്ടുള്ള ഇതാണ്. അത് ഓട്ടോ എക്സൈറ്റബിൾ ആണ്. അതിന്റെ എന്താണ് മസിൽസിന് ആ ഒരു ഇതിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എക്സൈറ്റബിൾ അല്ലെങ്കിൽ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ. ഓക്കെ. അതുകൊണ്ടാണ് എന്ത് പുറത്തെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും എന്ത് കുറച്ചു നേരം അത് വീണ്ടും ബീറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം മയോജനിക് ആണ്, ഓട്ടോ എക്സൈറ്റബിൾ ആണ്.
എന്ന് വെച്ചാൽ അവരുടെ ഹാർട്ട് ബീറ്റ് ഉണ്ടാവല്ലോ, നെർവസ് സിസ്റ്റം അത് അങ്ങല്ല. അവരുടെ ഇമ്പൾസസ് വരുന്നത് എവിടെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു മസിൽസ്, ആ ഒരു ഇതിൽ നിന്ന് തന്നെയാണ് ഇമ്പൾസസ് വരുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു ഇമ്പൾസ് ഒരു എവിടെന്നെങ്കിലും ഒരു ഇത് കിട്ടാണ്ട് നമ്മുടെ ഹാർട്ടോ എന്തെങ്കിലും ഒരു സാധനം മെഡിക്കോ ഒന്നും ചെയ്യില്ല, റെസ്പോണ്ട് ഒന്നും ചെയ്യാണ്ട് നിൽക്കില്ലേ? Yes, ma'am. ഇല്ലേ? അപ്പം അവർക്ക് ആ ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ആ എക്സൈറ്റബിൾ ഇത് കിട്ടുന്നത് എവിടെന്നാന്ന് വെച്ചാല് അവരുടെ തന്നെ എന്താണ് സെൽസ്, ആ മസിൽസ് അത് തന്നെയാണ് ആ ഒരു ഇമ്പൾസസ് ഉണ്ടാക്കുന്നത്. അതെന്താണ്? ഓട്ടോ എക്സൈറ്റബിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, അതാണ് മയോജനിക് ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിനി ബയോമോളിക്യൂൾസിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളെ ലിവിങ് ഓർഗാനിസംസ് ഒരുപാട് ടൈപ്പ് കോമ്പൗണ്ട്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമുക്കറിയാം. അപ്പം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ലിവിങ് ടിഷ്യൂവും അതുപോലെ തന്നെ എർത്തിന്റെ ക്രസ്റ്റും ഒരു നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസും കൂടി എടുത്തിട്ട് എന്ത് ചെയ്തു, ഒരു സ്റ്റഡി ചെയ്തു. അതിൽ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നോക്കിയപ്പോ എന്താന്ന് വെച്ചാല് നമ്മുടെ അല്ലെങ്കിൽ എലമെന്റ്സ് എന്താണ്, നമ്മുടെ ലിവിങ് ടിഷ്യൂസ് അങ്ങനെയുള്ള ഇതൊക്കെ മോസ്റ്റ്ലി കമ്പോസ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എലമെന്റ്സ് കൊണ്ടാണ് മോസ്റ്റ്ലി ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഈ നമ്മുടെ എന്താണ് നോൺ ലിവിങ് ആയിട്ടുള്ള എടുത്ത് നോക്കിയപ്പോഴും ലിവിങ് ആയിട്ടുള്ള എടുത്ത് നോക്കിയപ്പോഴും ഏകദേശം എന്താണ് അതിലുള്ള സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഒക്കെ എന്താണ് ഏകദേശം സെയിം ആയിട്ടാണ് കാണുന്നത്. എന്നുവെച്ചാൽ സെയിം എലമെന്റ്സ് ഒക്കെ കാണുന്നത് എന്താണ്, സെയിം ആയിട്ടാണ് കാണുന്നത്. അതിന്റെ എമൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, വാരി ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു നോക്കുകയാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിലുള്ള ഒരു ഇതാണുള്ളത്. എന്താണ്, നിങ്ങൾ ഇത്രയും എലമെന്റ്സ് നമ്മുടെ ലിവിങ് ആയിട്ടുള്ളതിലും നോൺ ലിവിങ് ആയിട്ടുള്ളതും എന്താണ് കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രസന്റ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇതിലുള്ള മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഹൈഡ്രജനും കാർബണും ഒക്കെ ഇല്ലേ, ഈ ഹൈഡ്രജനും കാർബണും നോക്കുമ്പോ എന്താണ് ലിവിങ് തിങ്സില് ഏറ്റവും കൂടുതലായിട്ട് എന്തുണ്ട്, നോൺ ലിവിങ് തിങ്സിനെക്കാട്ടും കുറെ അളവിൽ കൂടുതലായിട്ട് എന്ത് കാണുന്നുണ്ട്, ഈ ഹൈഡ്രജനും കാർബണും കാണുന്നുണ്ട്. ലിവിങ് തിങ്സില് നോൺ ലിവിങ് തിങ്സിനെക്കാട്ടും ഒരുപാട് അളവില് കൂടുതലായിട്ട് എന്ത് കാണുന്നുണ്ട്, ഹൈഡ്രജനും കാർബണും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നൈട്രജൻ എന്താണ് എർത്തിന്റെ ക്രസ്റ്റില് അല്ലെങ്കിൽ നോൺ ലിവിങ് ആയിട്ടുള്ളത് എടുത്ത് നോക്കിയപ്പം അതിൽ കുറച്ചേ കാണുന്നുള്ളൂ. പക്ഷെ ഹ്യൂമൻ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി എമൗണ്ടിൽ കാണുന്നുണ്ട്. അതിനെക്കാട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ സിലിക്കൺ നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റിൽ അല്ലെങ്കിൽ നോൺ ലിവിങ് ആയിട്ടുള്ളതിൽ തിങ്സിൽ എന്താണ് ഒരുപാട് അളവിൽ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ അല്ലെങ്കിൽ ലിവിങ് തിങ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ എന്ത് കാണുന്നുള്ളൂ, സിലിക്കൺ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പം ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സിനെ എടുത്ത് നോക്കിയപ്പം അവരിലുള്ള എന്താണ് എലമെന്റ്സ് ഒക്കെ എന്തായിട്ട് കാണുന്നത്, സെയിം ആയിട്ടുള്ള എലമെന്റ്സ് ആണ് രണ്ടിലും എന്ന് കണ്ടു. പക്ഷെ അതിൽ എന്താണ് അതിന്റെ അളവിൽ വാരി ചെയ്യുന്നുണ്ട്. നമ്മൾ ഹൈഡ്രജൻ കാർബൺ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നോൺ ലിവിങ് തിങ്സിനെക്കാട്ടും കൂടുതൽ എമൗണ്ടിൽ എന്തിൽ കാണുന്നുണ്ട്, ലിവിങ് തിങ്സിൽ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് സിലിക്കൺ എടുത്ത് നോക്കുകയാണെങ്കിൽ സിലിക്കൺ എന്ന് പറയുന്നത് നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സിൽ അല്ലെങ്കിൽ എർത്തിന്റെ ക്രസ്റ്റില് എന്ത് കാണുന്നുണ്ട്, വളരെ വലിയ എമൗണ്ടിൽ കാണുന്നുണ്ട്. പക്ഷെ എന്താണ് നമ്മുടെ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ലിവിങ് തിങ്സിൽ അത് ഭയങ്കര നെഗ്ലിജിബിൾ ആയിട്ടുള്ള എമൗണ്ടിൽ മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു എന്താണ് നമ്മുടെ എലമെന്റ്സിനെ പറ്റി പഠിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഒരു ലിവിങ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ എടുത്തിട്ട് അതിനെ എന്ത് ചെയ്തു, ട്രൈക്ലോറോ അസറ്റിക് ആസിഡുമായിട്ട് എന്താണ് ട്രൈക്ലോറോ അസറ്റിക് ആസിഡും ആയിട്ട് യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു മോട്ടോർ ആൻഡ് പിസ്റ്റൽ എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് എന്ത് ചെയ്തു, ക്രഷ് ഇതാക്കി. ഓക്കെ, ഗ്രൈൻഡ് ചെയ്തു. എന്നുവെച്ചാൽ ഒരു മോട്ടോർ ആൻഡ് പിസ്റ്റലില് നമ്മുടെ ലിവിങ് ടിഷ്യൂ എടുത്തു, അതുപോലെ തന്നെ ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് അതിനും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്തു, നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തു. അപ്പൊ ഒരു സ്ലറി, ഒരു തിക്ക് ആയിട്ടുള്ള ഒരു സ്ലറി കിട്ടി. ഓക്കെ, ഈ സ്ലറി പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് ഒരു നമ്മള്
എന്ത് ചെയ്യാണ്, ഒരു കോട്ടൺ ക്ലോത്ത്, കോട്ടൺ അല്ലെങ്കിൽ ചീസ് ക്ലോത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഈ സ്ലറി ഇതിലേക്ക് എന്താണ് ഒഴിച്ച് നമ്മൾ അതൊന്ന് ഫിൽട്രേറ്റ് ചെയ്ത് എടുക്കാൻ പോവാണ്. അപ്പൊ ഇത് ഒഴിച്ചപ്പോ എന്തായി, രണ്ട് തിങ്സ് നമുക്ക് കിട്ടി ഈ ഒരു സ്ലറിയിൽ നിന്ന്. എന്താണ്, ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞിട്ടും റിട്ടൻറ്റേറ്റ് ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞിട്ടും റിട്ടൻറ്റേറ്റ് എന്ന് പറഞ്ഞിട്ടും രണ്ട് ഇതായിട്ട് നമുക്ക് എന്ത് ചെയ്തു, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റി. ഈ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ ആസിഡിൽ സോല്യബിൾ ആയിട്ടുള്ളത്, ആസിഡിൽ സോല്യബിൾ ആയിട്ടുള്ള എലമെന്റ്സും സബ്സ്റ്റൻസും ഒക്കെ എന്ത് ചെയ്തു, ഈ ഒരു കോട്ടൺ അല്ലെങ്കിൽ ചീസ് ക്ലോത്തിന്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്തു, താഴെ ഇവിടെ ഫിൽട്രേറ്റിൽ വന്നു നിന്നു. ഓക്കെ, ബാക്കിയുള്ള ആ ഒരു ആസിഡിൽ സോല്യബിൾ അല്ലാത്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു, ഈ ഒരു ക്ലോത്തിന്റെ അവിടെ ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടന്നു. ഓക്കെ, അപ്പം ഈ ഫിൽട്രേറ്റും റിട്ടൻറ്റേറ്റും പിന്നെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഓക്കെ, ഫിൽട്രേറ്റും കിട്ടി, ആസിഡ് സോല്യബിൾ ആയിട്ടുള്ളതാണ്, അത് മൈക്രോമോളിക്യൂൾസ് ആയിരിക്കും. ഓക്കെ, റിട്ടൻറ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആസിഡ് ഇൻസോല്യബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫിൽട്രേറ്റ് അതെടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതിലുള്ള ആൾക്കാർക്ക് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടു. എന്താന്ന് വെച്ചാല് അവര് 18 മുതൽ 800 വരെ ഡാൾട്ടൺ, അത്രയും ഒരു മോളിക്കുലാർ വെയിറ്റ് വരുന്ന സബ്സ്റ്റൻസസ് ആണ്. 18 മുതൽ 800 വരെ ഡാൾട്ടൺ മോളിക്കുലാർ വെയിറ്റ് വരുന്ന സബ്സ്റ്റൻസസ് ആണ്. ഓക്കെ, അവര് എന്താണ് മോളിക്കുലാർ വെയിറ്റ് ഈ ഒരു 1000 താഴെ ആയതുകൊണ്ട് തന്നെ അവരെന്താണ് മൈക്രോമോളിക്യൂൾസ് ആണ്. ഓക്കെ, മൈക്രോമോളിക്യൂൾസ് ആണ്. ഇവരുടെ വെയിറ്റ് എത്രയാണ് വരുന്നത്, 800 താഴെ വരുന്നുള്ളൂ. അപ്പൊ 1000 താഴെ വരുന്ന എല്ലാവരെയും മൈക്രോമോളിക്യൂൾസ് ആണ് വിളിക്കുക. അതുകൊണ്ട് തന്നെ ഇവരെന്താണ്, ഇവരെല്ലാവരും മൈക്രോമോളിക്യൂൾസ് ആണ്. ഓക്കെ, ഈ വാട്ടറിൽ സോല്യബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് മുഴുവൻ. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻസോല്യബിൾ ആയിട്ടുള്ളത് മുകളിൽ ഇങ്ങനെ റിട്ടൻറ്റേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഓക്കെ, അതിൽ നമുക്ക് എന്താണ്, അതിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റിയത് എന്താ വെച്ചാല് 10,000 മുകളിൽ ഡാൾട്ടൺ അത്രയും മോളിക്കുലാർ വെയിറ്റ് വരുന്ന സബ്സ്റ്റൻസസ് ആണ് നമുക്ക് കോമൺലി എന്തിൽ കാണാൻ പറ്റിയത്, ഈ ഒരു ആസിഡ് ഇൻസോല്യബിൾ ആയിട്ടുള്ള പൂളിൽ കാണാൻ പറ്റിയത്. 10,000 ഡാൾട്ടൺ അതിനേക്കാളും മുകളിൽ വരുന്ന മോളിക്കുലാർ വെയിറ്റ് ഉള്ള എലമെന്റ്സ് ആണ് നമുക്ക് എന്തിൽ, അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് ആണ് നമുക്ക് എന്തിൽ കാണാൻ പറ്റിയത്, ആസിഡ് ഇൻസോല്യബിൾ ആയിട്ടുള്ള പൂളിൽ കാണാൻ പറ്റിയത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആസിഡ് സോല്യബിൾ ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് അല്ലെ, മോളിക്കുലാർ വെയിറ്റ് ഭയങ്കര കുറവാണ്. പിന്നെ നമ്മള് ഈ ഒരു ഇൻസോല്യബിൾ പൂൾ എടുത്ത് നോക്കുമ്പോൾ ഇതിൽ കണ്ട എന്താന്ന് വെച്ചാല് നമ്മൾ പ്രോട്ടീൻസ് കണ്ടു, ന്യൂക്ലിക് ആസിഡ്സ് കണ്ടു, പോളിസാക്കറൈഡ്സ്, ലിപ്പിഡ്സ്, ഇവരൊക്കെ കണ്ടു. ഇവരൊക്കെ എന്താണ്, പോളിമേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ മോണോമേഴ്സ് എവിടെയാണ്, ന്യൂക്ലിയോടൈഡ്സ്, അമിനോ ആസിഡ്സ്, ഇവരൊക്കെ എവിടെയാ വരുന്നത്, ഇതൊക്കെ വരുന്നത് എന്താണ്, സോല്യബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ആസിഡ് സോല്യബിൾ ആയിട്ടുള്ള മോളിക്കുലാർ വെയിറ്റ് കുറഞ്ഞ കൂട്ടത്തിലാണ് ആരൊക്കെ വരുന്നത്, ഇതിന്റെയൊക്കെ മോണോമേഴ്സ് വരുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ആസിഡ് ഇൻസോല്യബിൾ പൂളില് പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി കണ്ടു. അതെന്താണെന്ന് വെച്ചാല് ഈ ലിപ്പിഡ് സീൽ വരുന്നതെന്ന് പറഞ്ഞില്ലേ, ലിപ്പിഡ് സീലിൽ വരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇതിന്റെ ഒരു ജനറൽ ആസിഡ് ഇൻസോല്യബിൾ പൂൾ അല്ലെങ്കിൽ റിട്ടൻറ്റേറ്റിന്റെ ജനറൽ ആയിട്ട് കണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, ഒരു 10,000 ഡാൾട്ടൺ അതിന് മുകളിൽ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ആൾക്കാർ മാത്രമേ അതിലുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ ലിപ്പിഡ്സിന് 800 താഴെ മാത്രമേ എന്തുള്ളൂ, മോളിക്കുലാർ വെയിറ്റ് ഉള്ളൂ. പക്ഷെ അവരെവിടെയാണ് കണ്ടത്, ആസിഡ് ഇൻസോല്യബിൾ ആയിട്ടുള്ള പൂളിലാണ് കണ്ടത്. ഓക്കെ, അതെന്താണെന്നറിയോ, അറിയോ? ആരെങ്കിലും ഉണ്ടോ?
ഓക്കെ, ഞാൻ തന്നെ പറയാം. എന്താന്ന് വെച്ചാല് ഇവരുടെ ഈ ഒരു ലിപ്പിഡ്സ് ഇല്ലേ, അവരുടെ എന്താണ് സെൽ മെംബ്രെയിൻ ഒക്കെ ഇതാക്കി അതൊക്കെ പൊട്ടി ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അവരൊരു വെസിക്കിൾ ഫോമിലായിട്ട് മാറും. ഈ ഒരു വെസിക്കിൾ ഫോമിലായിട്ട് നിൽക്കുമ്പം ഇവരെന്താണ്, വെസിക്കിൾ ഫോമിലായിട്ട് ഈ ഒരു വെസിക്കിൾ ഫോമിൽ ഇവരെന്താണ്, ഈ ഒരു ആസിഡ് ഇൻസോലിയബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലിപ്പിഡ് എന്തായിരിക്കും, ലിപ്പിഡ് ആസിഡ് ഇൻസോലിയബിൾ ആയിട്ടുള്ളതിലാണ് വരുന്നത്. പക്ഷെ അവർക്ക് എന്താണ്, മോളിക്കുലാർ വെയിറ്റ് 800-ൽ താഴെയാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനില് കാണാറുണ്ട് കേട്ടോ. ഹലോ, ഹലോ, യെസ് മാം. കേൾക്കുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടി പറഞ്ഞാല്, സെൽ മെമ്പറേനിൽ ബ്രോക്കൺ ആയതാണ് ലിപ്പിഡ്സ് മാക്രോ മോളിൽ. എന്താ മാക്രോ മോളിക്യൂൾസിൽ അതെങ്ങനെയാണ് വന്നതെന്നാണോ പറഞ്ഞത്? യെസ് മാം. ഓക്കെ, മെംബ്രെയിൻസും സെൽ മെംബ്രെയിൻസും അതർ മെംബ്രെയിൻസ് ഒക്കെ എന്ത് ചെയ്യും, ബ്രോക്ക് ചെയ്ത് പീസ് ആയിട്ട് അത് എന്തായിട്ട് മാറും, വെസിക്കിൾസ് ആയിട്ട് മാറും. ഈ ഒരു ഇത് എന്താണ്, വാട്ടറിലും ഇതിലൊന്നും സോലിബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് എന്ത്, ലിപ്പിഡ്സ് ഇൻസോലിബിൾ ആയിട്ട്, ആസിഡ് ഇൻസോലിബിൾ ആയിട്ട് അവിടെ നിന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരെന്തല്ല, സ്ട്രിക്ട്ലി ഒരു മാക്രോ മോളിക്യൂൾ അല്ല. സ്ട്രിക്ട്ലി അവരൊരു മാക്രോ മോളിക്യൂൾ അല്ല. ഓക്കെ, ഇനി നമ്മളിപ്പോ എന്ത് ചെയ്തു, ഓർഗാനിക് എലമെന്റ്സിനെ നമ്മൾ നോക്കി അല്ലെ, ഓർഗാനിക് എലമെന്റ്സിനെ നോക്കി. ഇനി നമ്മൾ ഇൻഓർഗാനിക് എലമെന്റ്സ് എന്തൊക്കെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോ എങ്ങനെയാ നോക്കിയെന്ന് വെച്ചാല്, നമ്മളിപ്പോ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ലീഫ് അങ്ങനെ എന്തെങ്കിലും എടുത്തു. അപ്പൊ അതിന്റെ വെയിറ്റ് നോക്കുമ്പോ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ലീഫ് ഒക്കെ എടുത്ത് അതിന്റെ വെയിറ്റ് നോക്കുവാണെങ്കിൽ അതെന്താണ്, അതിനെ വെറ്റ് വെയിറ്റ് എന്ന് പറയും. എന്താണ്, വെറ്റ് വെയിറ്റ് എന്ന് പറയും. ഇനി നമ്മളിപ്പോ അതിനെ എന്ത് ചെയ്തു, ഡ്രൈ ആക്കി നമ്മൾ അതിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, ഡ്രൈ വെയിറ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പം ഇങ്ങനെ ഡ്രൈ ആക്കിയ ആ ഒരു ഇതിനെ എന്ത് ചെയ്തു, നമ്മൾ ബേൺ ചെയ്യുമ്പോ എന്താവും, നമ്മുടെ വാട്ടറും CO2 അങ്ങനത്തെ ഉള്ളൊക്കെ എന്ത് ചെയ്യും, ഇവാപറേറ്റ് ചെയ്ത് പോകും. ബാക്കിയുള്ള ഇനോർഗാനിക് ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ആഷില് ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്താണ്, നമ്മളൊരു ലിവിങ് ടിഷ്യൂ എടുത്തു, അതൊരു ലീഫോ അല്ലെങ്കിൽ ഇപ്പൊ ലിവറിന്റെ ടിഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തു, എന്നിട്ട് നമ്മൾ അതിന്റെ വെയിറ്റ് നോക്കുമ്പോൾ അതെന്താണ്, വെറ്റ് വെയിറ്റ് എന്ന് പറയും ആ ഒരു വെയിറ്റിനെ. ഓക്കെ, ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്തു, ഡ്രൈ ചെയ്തിട്ട് എന്താണ്, അതിന്റെ വെയിറ്റ് നോക്കുമ്പോൾ അതിനെ ഡ്രൈ വെയിറ്റ് എന്നാണ് പറയാ. ഓക്കെ, ഇങ്ങനെ ഡ്രൈ ആക്കിയ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ബേൺ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതിൽ ബാക്കി എന്താ ഉള്ളത്, ആ ഒരു ബേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആഷസ് ആണ് ബാക്കി ഉണ്ടാവുക. ആ ആഷസിൽ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, ഇനോർഗാനിക് ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്തേ പറയുന്നുണ്ടോ? ഓക്കെ, എന്താണ്, ഇനോർഗാനിക് ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ബാക്കിയായിട്ടുണ്ടാവുള്ളൂ. ഈ കാൽഷ്യം, മഗ്നീഷ്യം ഇങ്ങനെയുള്ള എന്താണ്, ഹലോ കേൾക്കുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, ഇതാണ് എന്ത്, ഇനോർഗാനിക്. നമ്മുടെ ലിവിങ് ടിഷ്യൂ ഇതാക്കി നോക്കിയപ്പം അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇനോർഗാനിക് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ NCERT-യിൽ തന്നിട്ടുള്ള ഒരു ഇതാണത്. ഓക്കെ, ഒരു പിക്കാണ്. അപ്പൊ എന്തൊക്കെ ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, വാട്ടർ, പിന്നെ ബാക്കിയുള്ള കോമ്പൗണ്ട്സ്, ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ആണ് NaCl, CO
CaCO3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കോമ്പൗണ്ട്സ്. ഇതൊക്കെ ഇനോർഗാനിക് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ആണ്. എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ലിവിങ് ടിഷ്യൂസിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു 18 മുതൽ 800 വരെ വെയിറ്റ് ഉണ്ടായിരുന്ന, വെയിറ്റ് കുറഞ്ഞ ആൾക്കാരില്ലേ, അവരെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? എന്ന് വെച്ചാൽ ലിവിങ് തിങ്സിൽ കാണുന്ന കാർബൺ കോമ്പൗണ്ട്സിനെ എല്ലാം അത്യാവശ്യം നമ്മൾ എന്താണ് വിളിക്കുക? ബയോമോളിക്യൂൾസ് എന്നാണ് വിളിക്കുക. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാല്, ഇവിടേക്ക് വരുമ്പോൾ നമ്മളിപ്പോ ഇവിടെ ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് എന്താണ്, നമ്മുടെ മോളിക്കുലാർ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള 18 മുതൽ 800 വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു മോളിക്കുലാർ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള മൈക്രോ മോളിക്യൂൾസിനെ എന്ത് കോമൺ ആയിട്ട് വിളിക്കും? ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇനി അതല്ല, മോളിക്കുലാർ വെയിറ്റ് ഹയർ ആയിട്ടുള്ള ആ റിട്ടൻറ്റേറ്റിൽ ഉണ്ടായിരുന്ന സബ്സ്റ്റൻസുകളെ നമ്മൾ എന്ത് വിളിക്കും? ബയോ മാക്രോ മോളിക്യൂൾസ് എന്ന് വിളിക്കും. ഓക്കെ ഓക്കെ പിന്നെ ഒരു സെല്ലിന്റെ ആവറേജ് കോമ്പോസിഷൻ എങ്ങനെയാണ്? ഒരു 70 മുതൽ 90 വരെ വാട്ടർ, പിന്നെ 10 മുതൽ 15 വരെ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, അങ്ങനെ ന്യൂക്ലിക് ആസിഡ്, അയൺസ്. ഇതാണ് എന്താ ഒരു സെല്ലിനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിന്റെ ആവറേജ് കോമ്പോസിഷൻ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതില് മെറ്റാബോളൈറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. മെറ്റാബോളൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് അല്ലെ? ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് നമ്മുടെ ശരീരത്തിലുള്ള മെറ്റാബോളിക് ആയിട്ടുള്ള എന്താണ് പ്രോസസ്സുകൾക്ക് യൂസ് ചെയ്യുന്നവരെയാണ് അല്ലെ? ഓക്കെ, മെറ്റബോളിക് എന്ന് പറയുമ്പോൾ കാറ്റബോളിക്കും അനബോളിക്കും ആയിട്ടുള്ള പ്രോസസ്സുകൾക്ക് യൂസ് ചെയ്യുന്നവരെയാണ് എന്ത് പറയുന്നത്? ഈ മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 2 ടൈപ്പ് ഉള്ള മെറ്റബോളൈറ്റ്സ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? പ്രൈമറിയും സെക്കൻഡറിയും. പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവരാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു മെറ്റബോളിക് ആക്ടിവിറ്റിയിൽ പ്രൈമറിലി അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ട് പങ്കെടുക്കുന്ന ആൾക്കാർ ആരാണ്? ഈ പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണ്. ഡയറക്ട്ലി ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണ് മെറ്റബോളിസത്തിൽ എന്ത് ചെയ്യുന്നത്? ഡയറക്ട്ലി ഇൻവോൾവ് ആവുന്നവര്. സെല്ലിന്റെ ഗ്രോത്തിനും ഇതിനൊക്കെ സഹായിക്കുന്ന ആരാണ്? പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണ്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് എന്താണ്? പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, പോളിസാക്കറൈഡ്സ്, ഇതൊക്കെ എന്താണ്? പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണ്. ഇവരെന്താണ്? നമ്മുടെ ഗ്രോത്തിന് അങ്ങനെയുള്ള എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിലും എന്താണ്? ഡയറക്ട്ലി പങ്കെടുക്കുന്ന ആൾക്കാരെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അവർ എസെൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ ഗ്രോത്തിന്, ബാക്കിയുള്ള എല്ലാ പ്രോപ്പർട്ടീസിനൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, പോളിസാക്കറൈഡ്സ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? എന്തിന്? ഇവർക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് പ്രൈമറി മെറ്റബോളൈറ്റ്സിന്. ഇനി സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഉണ്ട്. ഇവരെന്ത് ചെയ്യുന്നില്ല, ഇവർക്ക് ഡയറക്ട്ലി അങ്ങനെ വലിയ ഫങ്ഷൻസ് ഒന്നും എന്തിനില്ല, മെറ്റബോളിസത്തിൽ അങ്ങനെ ഒന്നും കാണുന്നില്ല. ഓക്കെ, നമ്മുടെ സെൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലിവിങ് ഫോമിന്റെ സെല്ലിന്റെ സസ്റ്റൈനബിലിറ്റിക്ക് എന്തില്ല, ഇവരുടെ അത്യാവശ്യം ഇല്ല. ഇവർ ഡയറക്ട്ലി ഒരു മെറ്റബോളിക് പാത്വേയിലും എന്ത് ചെയ്യുന്നില്ല, പങ്കെടുക്കുന്നുമില്ല. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾസ് ആയിട്ടാണ് എന്ത് വരുന്നത്? റബ്ബർ, ഡ്രഗ്സ്, എന്താണ് സ്പൈസസ്, സെന്റ്, പിഗ്മെന്റ്സ്, ഇതൊക്കെ എന്താണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് എക്സാമ്പിൾസ് ആയിട്ടാണ് വരുന്നത്. പ്രൈമറി മെറ്റബോളൈറ്റ്സ് തമ്മിലുള്ള റിയാക്ഷൻ ഒക്കെ നടക്കുന്നു. അതിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് നോർമലി എന്തുണ്ടാവുന്നത്? ഈ ഒരു സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ഈ ഒരു ടേബിൾ ഇല്ലേ, ഈ ഒരു ടേബിൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതെന്തായാലും എന്ത് ചെയ്യും? ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിൽ എന്താണ് പറയുന്നത്? ചില സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, അതിന്റെ എന്താണ് എക്സാമ്പിൾസ് അതാണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ചോദിക്കാൻ ഏകദേശം ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താണ്? പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൽ വരുന്ന പിഗ്മെന്റ്സിന് എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ എന്തുണ്ട്? കാരോട്ടിനോയിഡ്സ്, ആന്തോസയാൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. അതിലുള്ള പിഗ്മെന്റ്സ് ആണ്. ഓക്കെ, പിഗ്മെന്റ്സിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ആണ് മോർഫിൻ ഒക്കെ വരുന്നത്.
പിന്നെ ടെർപ്പിനോയിഡ്സ് ഉണ്ട്, അതിന് മോണോടെർപ്പീൻസ്, ഡൈറ്റെർപ്പീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട്, ലെമൺ ഗ്രാസ് ഓയിൽസ്, പിന്നെ ടോക്സിൻസും ഉണ്ട് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൽ. ഓക്കെ, ഇതൊക്കെ ലിവിങ് സെൽസിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. പ്രൈമറി മെറ്റബോളൈറ്റ്സിന്റെ റിയാക്ഷൻ വഴി ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇവർക്ക് എന്തില്ല, സെല്ലിന്റെ സസ്റ്റൈനബിലിറ്റിയിലോ അല്ലെങ്കിൽ പ്രൈമറി മെറ്റബോളിക് ആക്ടിവിറ്റിയിലോ ഒന്നും എന്തില്ല, ഒരു റോളും ഇല്ല. ഓക്കെ, ഓക്കെ, എന്നാ ഇതൊന്ന് ആൻസർ ചെയ്തേ നിങ്ങൾ. Which of the following is not a strict macromolecule? Lipids. അതന്നെ, ലിപ്പിഡ്സ് ആണ്. എന്തുകൊണ്ടാ? അത് നോൺ സോല്യൂബിൾ. നോൺ സോല്യൂബിൾ ആണ്. നോൺ സോല്യൂബിൾ ആയിട്ടുള്ളതിനെയാണ് മാക്രോമോളിക്യൂൾ എന്ന് പറയുന്നത്, അല്ലെ? എന്തുകൊണ്ടാണ് സ്ട്രിക്റ്റ് ആയിട്ട് അതൊരു മാക്രോമോളിക്യൂൾ ആണെന്ന് പറയാത്തത്? മാക്രോമോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോളിക്കുലാർ വെയിറ്റ് എന്താണ് 10,000 അതിനെക്കാട്ടും മുകളിൽ വരുന്നതാണ്, അല്ലെ? അപ്പൊ ഇത് 800 സംതിങ് ആണോ? 800. അതിന്റെ താഴെ ഉള്ളൂ. പക്ഷെ ഇവർ എന്തിനാ വരുന്നത്? ഇൻസോലിയബിൾ ആയിട്ടുള്ള മാക്രോമോളിക്യൂളിന്റെ മുകളിൽ ഇങ്ങനെ റിട്ടൻറ്റേറ്റ് ആയിട്ടാ കിടന്നത്, ഫിൽട്രേറ്റിലല്ല. അതെന്തുകൊണ്ടായിരുന്നു? നോൺ സോല്യൂബിൾ. നോൺ സോല്യൂബിൾ ആയത് എന്തുകൊണ്ടായിരുന്നു? അതിന്റെ സെൽ വാളെല്ലാം സ്ട്രക്ചർ. ഓക്കെ, സെൽ വാളും ഇതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് എന്താവുന്നുണ്ട്, അതൊക്കെ ബ്രേക്ക് ചെയ്തു വെസിക്കിള് ഫോം ചെയ്യും. ഈ വെസിക്കിൾ എന്തല്ല, സോല്യബിൾ അല്ല, വാട്ടറിലോ ഇതൊന്നും സോല്യബിൾ അല്ല. ഓക്കെ, ആ ഒരു റീസൺ കൊണ്ട് ലിപ്പിഡ്സ് എന്തായി, മാക്രോമോളിക്യൂൾസിലാണ് അത് വരുന്നത്. ഓക്കെ, പക്ഷെ സ്ട്രിക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഇത് നോക്കുമ്പോ അതെന്തല്ല, ഒരു മാക്രോമോളിക്യൂള് അല്ല. ഓക്കെ, which of the following element is present negligible amount in human body? സിലിക്കൺ. ഓക്കെ, സിലിക്കൺ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മള് നെക്സ്റ്റ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അമിനോ ആസിഡ്സ് എന്താണ്? പ്രോട്ടീൻ കൂടിച്ചേർന്നിട്ട്. പ്രോട്ടീൻ കൂടി ചേർന്നിട്ട് അമിനോ ആസിഡ്സ് കൂടി ചേർന്നിട്ട് പ്രോട്ടീൻ. ഓക്കെ, ഓക്കെ, അമിനോ ആസിഡ്സ് ഓർഗാനിക് കമ്പൗണ്ട്സ് ആണ്. അതിൽ എന്തുണ്ട്? ഒരു അമിനോ ഗ്രൂപ്പും ഉണ്ട്, പിന്നെ ഒരു ആസിഡിക് ഗ്രൂപ്പും ഉണ്ടാവും, അല്ലെ? ഒരു സെയിം കാർബൺ അല്ലെങ്കിൽ ആൽഫ കാർബൺ എന്ന് പറയുന്ന ഒരു സെയിം കാർബണില് എന്തുണ്ടാവും? ഒരു അമിനോ ഗ്രൂപ്പും ഉണ്ടാവും, ഒരു ആസിഡിക് ഗ്രൂപ്പും ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഹൈഡ്രജൻ കാർബോക്സിൽ ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ എന്താണ്? ഒരു വാരിയബിൾ ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെ? വാരിയബിൾ ഗ്രൂപ്പിന് എന്താ പറയാ? ആർ ഗ്രൂപ്പ്. ഓക്കെ, ഒരു ആർ ഗ്രൂപ്പും ഉണ്ടാവും. ഇതൊക്കെ അമിനോ ആസിഡ്സ്. ഇതാ ഗ്ലൈസിൻ, അലാനിൻ, സെറൈൻ എന്ന് പറഞ്ഞിട്ട് അമിനോ ആസിഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്താണ്? ആർ ഗ്രൂപ്പില്ലേ, ഒരു എച്ച് ഉണ്ട്, നമ്മുടെ എവിടെ ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ആസിഡിക് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ നമ്മുടെ ആർ എന്ന് പറയുന്ന ആ ഒരു വാരിയബിൾ ഗ്രൂപ്പിന് എച്ച് ആണ് വരുന്നതെങ്കിൽ എന്താണ്? ഗ്ലൈസീൻ ആണത്. ഓക്കെ, എന്തൊക്കെ ഉണ്ടെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കാർബണില് എന്താണ്? ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്, കാർബോണിക് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പും കൂടി ഇല്ലേ? ഇതെന്താണ്? വാരിയബിൾ ഗ്രൂപ്പ് ആണ്. അവിടെ ഏത് വേണേ വരാം, അതാണ് ആ ആർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ആ ആർ എന്ന് പറഞ്ഞിട്ടുള്ളത് എച്ച് ആണെങ്കിൽ, ഹൈഡ്രജൻ തന്നെ ആണെങ്കിൽ, എച്ച് ആണെങ്കിൽ അതിന് എന്താ പറയാ? അതിന് ഗ്ലൈസീൻ എന്നാണ് പറയാ. ഓക്കെ, അവിടെ ഈ ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് എന്ത് വേണമെങ്കിൽ വരാം. എച്ച് വരാം, CH എന്താ പറയാ CH3 വരാം,
CH2OH വരാം. അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ ആ ആറിന്റെ സ്ഥാനത്ത് വരാം. ഏത് വേണേ വരാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരാൻ പറ്റുന്ന ഇതില് നമ്മൾ H ആണ് അതിന്റെ സ്ഥാനത്തുള്ളതെങ്കിൽ ആ ഒരു അമിനോ ആസിഡിനെ നമ്മൾ എന്താ പറയാ, ഗ്ലൈസിൻ എന്നാണ് പറയാ. ഓക്കെ, ഇനി വാരിയബിൾ ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് CH3 ആണ്, മിഥൈൽ ഗ്രൂപ്പ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്താ പറയാ, അലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ് ആണത്. ഓക്കെ, ഇനി അതിന്റെ സ്ഥാനത്ത് എന്താണ് CH2OH ആണുള്ളതെങ്കിൽ വാരിയബിൾ ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് വാരിയബിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു R ഗ്രൂപ്പ്, ഓക്കെ, അതിന്റെ സ്ഥാനത്ത് CH2OH ആണ് വരുന്നതെങ്കിൽ അത് എന്താണ്, സെറീൻ ആണ്. ഓക്കെ, ക്ലിയർ? യെസ് മാം. ഓക്കെ, അങ്ങനെ ഇതിന്റെ ഈ ഒരു R ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ച് ഈ അമിനോ ആസിഡ്സ് എന്ത് ചെയ്യും, മാറും, അതിന്റെ പേര് മാറും. ഓക്കെ, നമ്മള് വെറും 20 അമിനോ ആസിഡ്സ് ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്, പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, 20 അമിനോ ആസിഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കണ്ട പ്രോട്ടീൻസ് മുഴുവൻ എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, നമ്മൾ അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ എന്താണ് എത്ര അമിനോ അല്ലെങ്കിൽ കാർബോക്സൈൽ ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അമിനോ ആസിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ? അസിഡിക് അമിനോ ആസിഡ്സ് ഉണ്ട്, അസിഡിക് അമിനോ ആസിഡ് ഉണ്ട്, ബേസിക് അമിനോ ആസിഡ് ഉണ്ട്, ന്യൂട്രൽ ആയിട്ടുള്ള അമിനോ ആസിഡ് ഉണ്ട്, പിന്നെന്താ ആരോമാറ്റിക് അമിനോ ആസിഡ്സ് ഉണ്ട്. ഓക്കെ, അസിഡിക് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ വരുന്ന ഏതാണ്, ഗ്ലൂട്ടാമിക് ആസിഡ്, ആസ്പാർട്ടിക് ആസിഡ്. ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കണം നിങ്ങൾ, കാരണം എന്താ അറിയോ, ചോദിക്കാൻ ഏകദേശം ചാൻസ് ഉള്ളതാണ്. ഈ ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് ഈ ഒരു ഭാഗത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അധികവും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അസിഡിക് അമിനോ ആസിഡിന് എക്സാമ്പിൾ ഏതാണ്, ഗ്ലൂട്ടാമിക് ആസിഡ്, ആസ്പാർട്ടിക് ആസിഡ് ഒക്കെയാണ്. ബേസിക് അമിനോ ആസിഡിന് എക്സാമ്പിൾ ലൈസീൻ ആണ്. ന്യൂട്രൽ അമിനോ ആസിഡിന് എക്സാമ്പിൾ വാലിൻ ആണ്. ഓക്കെ, ആരോമാറ്റിക് അമിനോ ആസിഡ്സ് എന്ന് വെച്ചാൽ എന്താ അറിയോ, അതുപോലെ സൈക്ലിക് ആയിട്ടുള്ള ഫോം ആണ് ആ ഒരു വാരിയബിൾ ഗ്രൂപ്പിന്റെ അവിടെ ഉള്ളതെങ്കിൽ എന്താണ്, അത് അരോമാറ്റിക് അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, അതെന്താണ്, ടൈറോസിന്, ഫീനൈൽ അലാനിന്, ട്രിപ്റ്റോഫാൻ ഒക്കെ എന്താണ്, അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ഉണ്ട്, അതിന് എക്സാമ്പിൾ ആണ് സിസ്റ്റീൻ. ഓക്കെ, സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡിന് എക്സാമ്പിൾ ആണ് സിസ്റ്റീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു, നമ്പർ ഓഫ് എന്താണ് അമീൻ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അതിന് എന്താക്കിയിട്ടുണ്ട്, അസിഡിക്, ബേസിക്, പിന്നെ ന്യൂട്രല്, പിന്നെ അരോമാറ്റിക് ആയിട്ടുള്ളത്, പിന്നെ എന്താണ് സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ളത്, അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡിവിഷൻ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബോഡിയിൽ നമുക്കത് ആവശ്യമുള്ളത് എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സും. ഓക്കെ, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് വെച്ചാൽ എന്താന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? പുറത്തുനിന്ന് കിട്ടുന്ന ബോഡി സ്വന്തമായിട്ട് എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണോ? അല്ല, നമുക്ക് ഫുഡിലൂടെ കിട്ടുന്നതല്ല. അത് തന്നെ, നമുക്ക് എസെൻഷ്യൽ ആണെന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് അത് എസെൻഷ്യൽ ആണ്. കാരണം എന്താ, നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ കുറഞ്ഞ എമൗണ്ടിൽ ഉണ്ടാവുന്നുള്ളൂ. അതെന്താണ്, നമുക്ക് ഫുഡിലൂടെ അത് നമുക്ക് ഡയറ്റിലൂടെ കിട്ടണം. അപ്പൊ അതെന്താണ്, എസെൻഷ്യൽ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെന്ന് പറയുമ്പോൾ നോൺ എസെൻഷ്യൽ. അത് നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവുന്നുണ്ട്, ഓൾറെഡി ഉണ്ടാവുന്നുണ്ട്, അത് നമുക്ക് അത്ര എന്തല്ല എസെൻഷ്യൽ ആയിട്ട് ഇതാവുന്നില്ല. പിന്നെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ സിറ്റർ അയോൺസ് ആണ്. സിറ്റർ അയോൺസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഒരു ഡിഫറെന്റ് പി എച്ച് ലെവലിലൊക്കെ എന്താവുന്നുണ്ട്, ഈ അമിനോ ആസിഡ്സ്
ചില സമയം എന്താവും, അയണൈസ് ചെയ്തിട്ട് അയണൈസിബിൾ നാച്ചർ ഉള്ളതാണ് അമിനോ ആസിഡ്സ് അല്ലെ. അപ്പൊ അതിന്റെ അയോൺസ് ആ ഒരു ഫോമിലാണ് അത് കാണുക. എങ്ങനെയാവും? ഈ ഒരു ഫോമില് അല്ലെങ്കിൽ ഈ ഒരു ഫോമില് അങ്ങനെയൊക്കെ അത് എന്ത് ചെയ്യും, കാണും. എങ്ങനെയാണ്? ഈ ഒരു ഫോമില് അല്ലെങ്കിൽ ഈ ഒരു ഫോമിലായിട്ട് കാണും. ഇനി ഒരു ഐസോ ഇലക്ട്രിക് പോയിന്റ്, ഒരു പെർട്ടിക്കുലർ pH അല്ലെങ്കിൽ ഐസോ ഇലക്ട്രിക് പോയിന്റ്, ആ ഒരു പോയിന്റിൽ എന്താണെന്ന് വെച്ചാല് ഈ ഒരു നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ചാർജസ് എന്ത് ചെയ്യും, രണ്ടും കൂടി ഒരുമിച്ച് ഒരു ഇതിൽ വരുമോ? ഒരു കോമ്പൗണ്ടിൽ വരില്ലല്ലോ അല്ലെ. രണ്ടും കൂടി ഒരുമിച്ച് ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൽ വരുന്നത് കണ്ടിട്ടുണ്ടോ? ഒന്നുകിൽ അതെന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പം ഒരു ഐസോ ഇലക്ട്രിക് പോയിന്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ pH എത്തുമ്പം അവരെന്ത് ചെയ്യുന്ന വെച്ചാല് അതില് പോസിറ്റീവും കാണാൻ പറ്റും, അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ളതും കാണാൻ പറ്റും. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്, സ്വിറ്റർ അയോണിക് ഫോം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഇന്റർചേഞ്ചബിൾ ആണ്. ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. pH മാറുന്നതിനനുസരിച്ച് എന്താണ്, പോസിറ്റീവ് ആവുകയും നെഗറ്റീവ് ആവുകയും ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഒരു ഐസോ ഇലക്ട്രിക് പോയിന്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ pHൽ അത് എന്ത് ചെയ്യും, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഒരു കോമ്പൗണ്ടിൽ അങ്ങനെ കാണിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, സ്വിറ്റർ അയോണിക് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വിറ്റർ അയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പ്രോട്ടീന്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ എന്താണ്, പ്രോട്ടീന് കുറേ സ്ട്രക്ചർ കാണിക്കുന്നുണ്ട് അല്ലെ. എന്താണ്, പോളിപെപ്റ്റൈഡ്സ് ആണ് അല്ലെ. ഇവരെന്തിന്റെയാണ്, പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അമിനോ ആസിഡ്സ് കൂടിച്ചേർന്നിട്ടുള്ളതാണ് അല്ലെ. അല്ലേ? ഓക്കെ, അമിനോ ആസിഡ്സിന്റെ പോളിമേഴ്സ് ആണ്. ഇതിന് കുറെ ഫോംസ് കാണിക്കുന്നുണ്ട് ഈ ഒരു എന്ത് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു ഇങ്ങനെ ഒരു പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, സാധാരണ നമ്മൾ കാണുന്ന പോലെ എന്താണ്, ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, അതെന്ന് വെച്ചാല് അമിനോ ആസിഡ്സ് ഇങ്ങനെ സീക്വൻസ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഒരു പ്രോട്ടീൻ എന്താണ്, ഒരു റിജിഡ് റോഡ് പോലെ ഒരു പ്രോട്ടീൻ ത്രെഡ്, ആ ഒരു ടൈപ്പിലുള്ള എക്സ്റ്റൻഷൻ ആയിരിക്കും അതിന് കാണാൻ കഴിയുന്നത്. ഇതുപോലെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനി സെക്കൻഡറി സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെ പോകും. ഒരു സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയും, പ്രോട്ടീന്റെ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു ഫോമിലാണ് ഉണ്ടാവുക. അതെങ്ങനെയാണ്, ഈ ഒരു ത്രെഡ്സ് ഇങ്ങനെ പോകുന്ന ത്രെഡ്സ് എന്ത് ചെയ്യും, ഫോൾഡ് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഹെലിക്സ് ആയിട്ട് ഇങ്ങനെ മാറും. റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഹെലിക്സ് ആയിട്ട് ഇങ്ങനെ മാറി ഇങ്ങനെ എന്താണ്, ഈ ഒരു ഫോമിലെത്തും. എന്താണ്, ത്രെഡ്സ്, ഈ ഒരു പ്രൈമറി സ്ട്രക്ചറിൽ ഉണ്ടായിരുന്ന ഈ ഒരു ത്രെഡ്സ് എന്ത് ചെയ്യും, ഒരു എന്താണ് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഫോൾഡഡ് ഫോമിലേക്ക് വരും. റൈറ്റ് ഹാൻഡഡ് ഫോൾഡ്സ് ഇങ്ങനെ വന്ന് എന്താവും, ഈ ഒരു സ്ട്രക്ചറിലേക്ക് എത്തും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ടേർഷ്യറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ് അതിൽ വരുന്നത്. അതെങ്ങനെയാണ് കണ്ടോ, ഇവിടെ ഇത് വീണ്ടും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ വീണ്ടും എന്ത് ചെയ്യും, ഒന്നുകൂടി കോയിൽ ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു എന്താണ്, ഇതാണ് എന്തിൽ വരുന്നത്, ടേർഷ്യറി സ്ട്രക്ചറിൽ വരുന്നത്. അപ്പൊ അതിനെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു ഹോളോ വുളൻ ബോൾ പോലെയാണ് എന്തുണ്ടാവുക, ടേർഷ്യറി സ്ട്രക്ചർ ഉണ്ടാവുക. എങ്ങനെയാണ് ഉണ്ടാവുക, ഒരു ഹോളോ ആയിട്ടുള്ള വുളൻ ബോൾ പോലെയാണ് ടേർഷ്യറി സ്ട്രക്ചർ കാണുന്നത്. ഹോളോ ആയിട്ടുള്ള വുളൻ ബോൾ പോലെയാണ് ടേർഷ്യറി സ്ട്രക്ചർ കാണുന്നത്. ഈ ഒരു ടേർഷ്യറി സ്ട്രക്ചർ ആണ് അധികം എന്തിന് ബയോളജിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ അധികം ഉണ്ടാവുന്നത്. എന്താണ്, ഈ ഒരു
സ്ട്രക്ചർ ആണ് കാണിക്കുന്നത് പ്രോട്ടീൻസ്. ഓക്കെ, ബയോളജിക്കൽ ആക്ടിവിറ്റീസിനൊക്കെ നെസസറി ആയിട്ടുള്ള പ്രോട്ടീൻസിന് ഏതാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്? ഈ ഒരു ടെർഷ്യറി സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇനി അതല്ല അതിലും കുറച്ചുകൂടി ഇതായിട്ട് എന്ത് കാണിക്കുന്നുണ്ട്? ഒരു ക്വാട്ടേർണറി സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കാണിക്കുന്നുണ്ട്. അതിങ്ങനെ ഭയങ്കര കോയിലായിട്ട് ഇതുള്ള സ്ട്രക്ചർ ആണ് അത് വരുന്നത്. അതിന് എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഹീമോഗ്ലോബിൻ, നമ്മുടെ ബ്ലഡിലൊക്കെ ഉള്ള ഹീമോഗ്ലോബിൻ എന്താണ്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു ക്വാട്ടേർണറി സ്ട്രക്ചർ ആണ് കാണിക്കുന്നത്. ഓക്കെ, ക്വാട്ടേർണറി സ്ട്രക്ചർ കാണിക്കുന്നതിന് എക്സാമ്പിൾ ആണ് എന്ത്? ഹീമോഗ്ലോബിൻ. അതിന് 4 സബ് യൂണിറ്റ്സ് ഉണ്ട്. 2 ആൽഫയും 2 ബീറ്റ ആയിട്ടുള്ള 4 സബ് യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പ്രോട്ടീനും അതിന്റെ ഫങ്ഷൻസും നോക്കുകയാണെങ്കിൽ ഏതൊക്കെ? കൊളാജിൻ എന്ന് പറഞ്ഞുള്ള ഒരു പ്രോട്ടീൻ. ഓക്കെ, അതിന്റെ ഫങ്ഷൻ എന്താണ്? ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ്? കൊളാജിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രിപ്സിൻ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? എൻസൈം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താണ്? ഹോർമോൺ ആണ്. പിന്നെ ആന്റിബോഡീസ് എന്തിനാണ്? ബാക്ടീരിയക്ക് ഫൈറ്റ് അഗൈൻസ്റ്റ്. അതന്നെ, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏജൻസിന് അല്ലെങ്കിൽ എന്താണ് പുറത്തുനിന്നുള്ള ആന്റിജൻസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ആന്റിബോഡീസ് ഉള്ളത്. റിസപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. റിസപ്റ്റർ എന്ന് വെച്ചാല് നമ്മള് എന്തെങ്കിലുമൊക്കെ സ്മെല്ല്, ഒരു റിസപ്റ്റർ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സിഗ്നലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എന്താണ് സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു ആളാണ്. ഓക്കെ, അത് റിസപ്റ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഇവിടെ സെൻസറി റിസപ്ഷൻ ആണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോട്ടീൻ റിസപ്റ്റർ പ്രോട്ടീൻസ് ചെയ്യുന്നത്. എന്താണ്? സെൻസറി റിസപ്ഷൻ. ഏതൊക്കെയാണ്? സ്മെല്ല്, ടേസ്റ്റ്, അങ്ങനെയുള്ള ഇതിന്റെയൊക്കെ സെൻസറി റിസപ്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻസ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താ? GLUT4 എന്ന് പറയുന്നത്, GLUT4 എന്തിനാണ്? ഗ്ലൂക്കോസ് എന്താണ്? ഗ്ലൂക്കോസിന്റെ ട്രാൻസ്പോർട്ട് ഇല്ലേ? ഗ്ലൂക്കോസിന്റെ ട്രാൻസ്പോർട്ടിനെ ഇനേബിൾ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സെൽസിലേക്ക് ഗ്ലൂക്കോസിന്റെ ട്രാൻസ്പോർട്ടിനെ ഇനേബിൾ ചെയ്യുന്നത് ആരാണ്? GLUT4 ആണ്. ഓക്കെ, സെൽസിലേക്ക് ഗ്ലൂക്കോസിന്റെ ട്രാൻസ്പോർട്ടിനെ ഇനേബിൾ ചെയ്യുന്ന ആരാണ്? GLUT4 ആണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് കാർബോഹൈഡ്രേറ്റ്സിനെ നോക്കുകയാണ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? മോണോസാക്രൈഡ്സ് ആയിട്ട്, സിമ്പിൾ ആയിട്ടുള്ള മോണോസാക്രൈഡ്സ് ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ പോളിസാക്രൈഡ്സ് ആയിട്ടും കാണാൻ പറ്റും. അപ്പൊ മോണോസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റന്ന് മാത്രം. ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത് അല്ലെ? ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കിയേ, റൈബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് അല്ലെ? അതെങ്ങനെയാണ്? അതിന്റെ കാർബൺ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആണ്? 5 കാർബൺ ആണ്. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആണ്? 6 കാർബൺ ഉള്ള ഗ്ലൂക്കോസ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെയുള്ള മോണോസാക്രൈഡ്സിന്റെ എന്താണ്? പോളിമേഴ്സ് ആണ് എന്ത്? പോളിസാക്രൈഡ്സ് എന്ന് പറയുന്നത് അല്ലെ? ഈ മോണോസാക്രൈഡ്സ് എവിടെയാ വരുന്നതെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബയോമൈക്രോ ആണോ? ബയോമോളിക്യൂൾസ് ആണോ? അല്ലെ മാക്രോമോളിക്യൂൾസ് ആണോ മോണോസാക്രൈഡ്സ് വരിക? ഹലോ, ഈ മോണോസാക്രൈഡ്സ് ഏതിലാ വരിക? മൈക്രോയിലാണോ വരിക? മാക്രോയിലാണോ വരിക? അല്ലെങ്കിൽ ഫിൽട്രേറ്റിലാണോ വരിക? അല്ലെ റിട്ടൻറ്റേറ്റിലാണോ വരിക? ഫിൽട്രേറ്റിലാ. ഓക്കെ, ഫിൽട്രേറ്റിലാണ് വരിക. ഓക്കെ,
പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നതാണ് ആസിഡ് ഇൻസോലിയബിൾ പൂളിലുള്ളതാണ്, ലോങ് ചെയിൻസ് ഓഫ് ഷുഗർ ആണ്. പിന്നെ എന്താണ് അവരെങ്ങനെയാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്? ഗ്ലൈക്കോസിഡിക് ബോണ്ട് വെച്ചിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. എന്താണ് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജന് വിട്ടുകൊടുക്കുന്നത്. ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ വാട്ടർ റിമൂവൽ, വാട്ടറിന്റെ റിമൂവല് ഉണ്ടാവുന്ന ആ ഒരു ഇതിന്റെ ആ ഒരു ഡീഹൈഡ്രേഷൻ പ്രോസസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്യുന്നത്. അവരുടെ ഇടയിലുള്ള എന്താണ് രണ്ട് പോളിസാക്കറൈഡ് അല്ലെങ്കിൽ രണ്ട് മോണോമർ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഉള്ളിലുള്ള ബോണ്ട് എന്ന് പറയുന്നത്? ലിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് വെച്ചിട്ടാണ്. അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഡീഹൈഡ്രേഷൻ വഴിയാണ്. രണ്ട് തരത്തിലുള്ള പോളിസാക്കറൈഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഹോമോപോളിസാക്കറൈഡ്സും ഹെറ്ററോപോളിസാക്കറൈഡ്സും. ഹോമോപോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് വെച്ചാൽ അവരുടെ ഓരോ ഇതുണ്ടാവല്ലോ, എന്ന് വെച്ചാൽ മോണോമർ യൂണിറ്റ് കൂടിയിട്ടല്ലേ അവരെന്താവുന്നത്? പോളിസാക്കറൈഡ്സ് ആയിട്ട് മാറുന്നത് അല്ലേ? അപ്പം അതിലുള്ള മോണോമേഴ്സ് സെയിം മോണോമർ യൂണിറ്റ് ആണെങ്കിൽ എന്താണ് അതിന് പറയാ? ഹോമോപോളിസാക്കറൈഡ്സ് ആണ്. എന്ന് വെച്ചാല് ഗ്ലൂക്കോസ് മാത്രം ഇങ്ങനെ കൂടിയാണ് അത് ഉണ്ടായിട്ടുള്ളതെങ്കിൽ എന്താണ്? അതൊരു ഹോമോപോളിസാക്കറൈഡ്. ഇനിയിപ്പോ അതല്ല, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് അങ്ങനെ പറഞ്ഞ കുറേ സാധനം ഇങ്ങനെ കൂടി എന്ന് വെച്ചാൽ ഡിഫറെന്റ് ആയിട്ടുള്ള മോണോമർ യൂണിറ്റ് ആണ് അതിനുള്ളതെങ്കിൽ അതിനെ ഹെറ്ററോപോളിസാക്കറൈഡ് എന്നാണ് പറയാ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് എന്താണ് കുറച്ച് പോളിസാക്കറൈഡ്സ് ആ ഒരു ഇതിന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്ലൈക്കോജൻ പോളിസാക്കറൈഡ് ആണ്. എവിടെയാണ് മോസ്റ്റ്ലി കാണുന്നത്? ആനിമൽസിലാണ് കാണുന്നത്. ഫംഗ്ഷൻ എന്താണ് അവരുടെ? സ്റ്റോറേജ് ആണ്. അവരുടെ മോണോമർ യൂണിറ്റ് എന്താണ്? ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, ഗ്ലൂക്കോസ് ആണ് എന്ത്? അവരുടെ മോണോമർ യൂണിറ്റ്. സ്റ്റോറേജ് ആണ് ഫംഗ്ഷൻ. ആനിമൽസിലാണ് മെയിൻ ആയിട്ട് കാണുന്നത്. എന്താണ് പേര്? ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞിട്ടുള്ള പോളിസാക്കറൈഡ്. ഓക്കെ, ഇനി സ്റ്റാർച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റാർച്ച് മെയിൻ ആയിട്ട് ആരിലാണ് കാണുന്നത്? പ്ലാന്റ്സിലാണ് കാണുന്നത്. ഫംഗ്ഷൻ എന്താണ്? സ്റ്റോറേജ് ആണ് ഫംഗ്ഷൻ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കളർ വിത്ത് ഐറ്റ് എന്ന് പറയുന്നത് അയേണുമായി ചേരുമ്പം അവർക്ക് ഈ ഒരു എന്താണ് പോളിസാക്കറൈഡ്സ് കളർ ഉണ്ടാക്കുന്നത് ഏതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്? അയേണുമായി ചേരുമ്പോൾ ഉണ്ടാക്കുന്ന കളർ. ഓക്കെ, അയേൺ അല്ലെങ്കിൽ അയഡിനുമായി ചേരുമ്പോൾ ഉണ്ടാക്കുന്ന കളർ എന്താണെന്നാണ്. അപ്പൊ ഗ്ലൂക്കോജൻ നമ്മൾ അയഡിനുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന കളർ എന്താണെന്ന് വെച്ചാൽ റെഡ് കളറാണ്. റെഡ് അല്ലെങ്കിൽ ഒരു റെഡിഷ് ബ്രൗൺ കളറാണ് എന്ത് കിട്ടുന്നത്? അയഡിനുമായി ചേരുമ്പോൾ ഗ്ലൂക്കോജന് കിട്ടുന്നത്. ഇനി സ്റ്റാർച്ചിന് ബ്ലൂ കളറാണ് എന്ത് ചെയ്യുന്നത്? അയഡിനുമായിട്ട് ചേരുമ്പോൾ കിട്ടുന്നത്. ഇനിയിപ്പം ഇൻസുലിൻ നോക്കുവാണെങ്കിൽ ഇൻസുലിൻ എന്താണ്? മോണോമർ യൂണിറ്റ് എന്താണ്? ഫ്രക്ടോസ് ആണ്. ഇൻസുലിന്റെ മോണോമർ യൂണിറ്റ് എന്താണ്? ഫ്രക്ടോസ് ആണ്. അത് മെയിൻ ആയിട്ട് കാണുന്നത് എവിടെയാണ്? പ്ലാന്റ്സിലാണ് കാണുന്നത്. മോണോമർ യൂണിറ്റ് എന്താണ്? ഫ്രക്ടോസ് ആണ്. ഓക്കെ, ഇനി സെല്ലുലോസ് മെയിൻ ആയിട്ട് എവിടെയാണ്? പ്ലാന്റ്സിലാണ് കാണുന്നത്. എന്താണ് ഫംഗ്ഷൻ? സെൽ വാളിലാണ് എന്ത് കാണുന്നത്? സെല്ലുലോസ് കാണുന്നത്, മെയിൻ ആയിട്ട് കാണുന്നത്. ഓക്കെ, സ്ട്രക്ചറൽ ആണ് ഫംഗ്ഷൻ. എന്താണ് മോണോമർ യൂണിറ്റ്? ഗ്ലൂക്കോസ് ആണ് മോണോമർ യൂണിറ്റ്. പിന്നെ എന്താണ്? കളർ ഉണ്ടാക്കുന്നില്ല. അവര് അയഡിനുമായിട്ട് ചേർന്നിട്ട് എന്ത് ഉണ്ടാക്കുന്നില്ല? കളർ ഉണ്ടാക്കുന്നില്ല. പിന്നെ നമ്മൾ കൈറ്റിൻ എന്താണ്? ആനിമൽസിലാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഓക്കെ, എന്താണ് ഫംഗ്ഷൻ? എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ പറയോ? അതന്നെ, എക്സോസ്കെലട്ടൺ ഓഫ് ആർത്രപ്പോഡ്സിന്റെ ഒക്കെ എക്സോസ്കെലട്ടൺ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ എന്താണ്? എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ എന്ത്? എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ ആണ് എന്ത്? മോണോമർ യൂണിറ്റ്. അതെന്ത് ഉണ്ടാക്കുന്നില്ല? അയഡിനുമായിട്ട് ചേർന്നിട്ട് കളർ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്? ന്യൂക്ലിക് ആസിഡ്സിനെ പറ്റി നോക്കുകയാണ്. എന്താണ് ന്യൂക്ലിക് ആസിഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യം വേഗം ഒന്ന് പറഞ്ഞേ. നൈട്രജൻ ബേസ് ഫോസ്ഫേറ്റിൽ അറിഞ്ഞിട്ടില്ല.
അത് തന്നെ എന്തൊക്കെ ഉണ്ട്, അതിൽ എങ്ങനെയൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേ. നൈട്രജൻ ബേസ് എന്ന് പറയുമ്പം ഏതൊക്കെ ഉണ്ട്? അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ആ, നമ്മളെ പ്യൂരിൻസ് ഉണ്ട്, പിന്നെന്തുണ്ട്, പിരിമിഡിൻസ് ഉണ്ട് അല്ലെ? പ്യൂരിൻസും ഉണ്ട്, പിരിമിഡിൻസും ഉണ്ട്. ഓക്കെ, പ്യൂരിൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? അഡെനിനും ഗ്വാനിനും ഏതാണ്? അഡെനിനും ഗ്വാനിനും പ്യൂരിൻസ് ആണ്. പിന്നെ തൈമിനും സൈറ്റോസിനും എന്താണ്? പിരിമിഡിൻസ് ആണ്. ഓക്കെ, നമ്മള് DNA മാത്രമല്ല RNA കൂടി എടുത്ത് നോക്കുമ്പോൾ അതിൽ എന്തുണ്ട്? യുറാസിൽ എന്ന് പറയുന്നത് കൂടി വരുന്നുണ്ട്. അപ്പം തൈമിനും സൈറ്റോസിനും യുറാസിലും എന്താണ്? പിരിമിഡിൻസ് ആണ്. ഓക്കെ, അതിനെ നമ്മൾ എന്താ പറയാ? നൈട്രജൻ ബേസസ് എന്നാണ് പറയാ അല്ലെ? നൈട്രജൻ ബേസസ് പിന്നെ എന്താവും? ന്യൂക്ലിയോസൈഡ് ആവും. എങ്ങനെയാ ന്യൂക്ലിയോസൈഡ് ആവുന്നത്? എന്തിന്റെ കൂടെ ചേരുമ്പോഴാണ് രണ്ടുപേരെയും കൂടി കമ്പൈൻ ചെയ്ത് ന്യൂക്ലിയോസൈഡ്സ് എന്ന് പറയുന്നത്? എന്തിന്റെ കൂടെയാ? എന്തിന്റെ കൂടെയാ? ഒരു ഷുഗറിന്റെ കൂടെ കൂടുമ്പോ അല്ലെ? ഒരു ഷുഗർ ഇതിന്റെ കൂടെ കൂടുമ്പോ എന്താവും അത്? അഡെനിൻ എന്താവും? അഡിനോസിൻ ആവും, ഗ്വാനിൻ ഗ്വാനോസിൻ ആവും, തൈമിൻ തൈമിഡിൻ ആവും, സൈറ്റോസിൻ സൈറ്റിഡിൻ ആവും. ഓക്കെ, പിന്നെ അഡിനോസിൻ ആവും. ഇതെവിടെ എന്താണ്? യുറാസിൽ യൂറിഡിൻ ആവും, സൈറ്റോസിൻ സൈറ്റിഡിൻ ആവും, തൈമിൻ തൈമിഡിൻ ആവും. ഓക്കെ, തൈമിഡിൻ ആവും. ഓക്കെ, എന്തിന്റെ കൂടെ കൂടുമ്പോ? ഷുഗറിന്റെ കൂടെ കൂടിയിട്ട് എന്താവും അത്? ന്യൂക്ലിയോസൈഡ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ന്യൂക്ലിയോസൈഡ്. ഇതെന്താണ്? നൈട്രജൻ ബേസ് ആണ്. ഇത് ന്യൂക്ലിയോസൈഡ്സ് ആണ്. ഇതെന്താണ്? ന്യൂക്ലിയോടൈഡ് ആണ്. ഈ ഒരു ഷുഗർ എന്താണ്? നൈട്രജൻ ബേസിന്റെ കൂടെ കൂടിയിട്ട് എന്തായി? ന്യൂക്ലിയോസൈഡ്സ് ആയി. ഇനി ഈ ന്യൂക്ലിയോസൈഡ്സ് എങ്ങനെയാണ് ന്യൂക്ലിയോടൈഡ്സ് ആവുന്നത്? ന്യൂക്ലിയോടൈഡ് ആവണമെങ്കിൽ എന്ത് വേണം? അതിന്റെ കൂടെ ആരോ ഒരാളും കൂടി വരണം. ആരാണ്? ആരാണ്? ന്യൂക്ലിയോടൈഡ് ആവണമെങ്കിൽ ഈ ന്യൂക്ലിയോടൈഡ് എന്തൊക്കെ കൂടി ചേർന്നിട്ടുണ്ടായത്? ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ്. ആ, ഒരു ഫോസ്ഫേറ്റ്, ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ചേരുമ്പോ എന്താവും? ന്യൂക്ലിയോടൈഡ് ആവും അല്ലെ? ന്യൂക്ലിയോടൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേര് മാറും അല്ലെ? അഡിനിനും ഷുഗറും പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി വരുമ്പം അതിനെന്താ പറയാ? അഡിനിലിക് ആസിഡ് എന്ന് പറയും. അപ്പൊ അതെന്തായി? അതൊരു ന്യൂക്ലിക് ആസിഡ് ആയിട്ട് മാറി അല്ലെ? ന്യൂക്ലിയോടൈഡ് ആയി ഒരു ന്യൂക്ലിക് ആസിഡ് ഫോമിൽ എത്തി. അഡിനിലിക് ആസിഡ്, ഗ്വാനിലിക് ആസിഡ്, തൈമിഡിലിക് ആസിഡ്, സൈറ്റിഡിലിക് ആസിഡ്, യൂറിഡിലിക് ആസിഡ് അങ്ങനെ പറഞ്ഞിട്ട് എന്താവും? ആ ഒരു ഫോമിലെത്തും. ഈ സംഭവം മനസ്സിലായില്ലേ? നൈട്രജൻ ബേസ് ഉണ്ട്, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നൊക്കെ പറഞ്ഞിട്ട്, പ്യൂരിൻ, പിരമിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഡിവിഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? അങ്ങനെ നൈട്രജൻ ബേസസ് ഉണ്ട്. ഈ നൈട്രജൻ ബേസസ് ഷുഗറിന്റെ കൂടെ കൂടിയിട്ട് എന്താവും? അവർ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ പിന്നെ അതിനെ ന്യൂക്ലിയോസൈഡ് എന്നാണ് പറയാ. എന്താ പറയാ? ന്യൂക്ലിയോസൈഡ്സ് എന്ന് പറയും. ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ചേരുമ്പോൾ അതിനെന്താവും? ന്യൂക്ലിയോടൈഡ് എന്ന് പറയും.
അല്ലെ? അപ്പൊ ഇതാണ് എന്ത് ഒരു ന്യൂക്ലിയോടൈഡ് ഫോം ആയിട്ട് വരുന്നത്. ഈ ന്യൂക്ലിയോടൈഡ്സ് ചേർന്നിട്ടാണ് പിന്നെ എന്തുണ്ടാവുന്നത്? ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്തിട്ടാണ് DNA അല്ലെങ്കിൽ RNA ഇതൊക്കെ ഉണ്ടാവുന്നത് അല്ലെ? യെസ് മാം. ഓക്കെ. DNA അപ്പൊ എന്താ പറയാ? ഡിയോക്സി റൈബോസ് എന്നാണ് പറയാ, അല്ലെങ്കിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെ? ഡിയോക്സി റൈബോസ് ആണ് അതിലുള്ളത്. ഓക്കെ. RNA അപ്പൊ ഏതാ ഉള്ളത്? റൈബോസ് ആണുള്ളത്. റൈബോസ് ഷുഗർ ആണ് അതിലുള്ളത്. ഓക്കെ. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്തുണ്ട്? ഈ ഒരു അഡിനിൻ തൈമിൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ ഒരു നൈട്രജൻ ബേസസ് ഇവര് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്സ് അവർ തമ്മിൽ എന്തുണ്ട്? ബോണ്ട് ചെയ്ത് എന്താണ്? ഓക്കെ ഓക്കെ ഓക്കെ. TGC ആണ് അല്ലെ? ഓക്കെ. ഈ ഒരു എന്തുണ്ട്? അവർ ഒരു ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ അവർക്കിടയിൽ. ആ ഒരു ബോണ്ടിന് എന്താ പറയാ? എന്ത് ബോണ്ടാണ് ഉണ്ടാക്കുന്നത്? ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അഡിനിനും തൈമിനും ആവുമ്പം അവർക്കിടയിൽ ഏതാണ്? ഡബിൾ ബോണ്ട് ആണ് ഉണ്ടാക്കുന്നത്. ഗ്വാനിനും സൈറ്റോസിനും അതാവുമ്പോ എന്താണ് ഉണ്ടാക്കുന്നത്? ട്രിപ്പിൾ ബോണ്ട് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. ഓക്കെ. നമ്മളൊരു DNA ഒരു DNA എടുത്ത് നോക്കുവാണെങ്കിൽ അത് ശരിക്കും എന്താണ്? ഒരു റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ്, ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആയിട്ടാണ് കാണുന്നത്. ഇനി നമ്മൾ അതിന്റെ എന്താണ്? ഞാൻ വരച്ച പോലെ ഒന്നല്ല കേട്ടോ. നമ്മൾ അതിന്റെ ഇത് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇങ്ങനെയാണ് എന്ത് കാണുന്നത്? അതിന്റെ ഉള്ളില് എന്ത് കാണുന്നത്? ബേസ് പെയേഴ്സ് ഇങ്ങനെ ബോണ്ട് ചെയ്ത് കാണുന്നത് അല്ലെ? അപ്പം അങ്ങനെ ഒരു ഒറ്റ ടേൺ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ടേണിന്റെ ഉള്ളിൽ എത്ര ഉണ്ടാവും? 10 ബേസ് പെയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും അല്ലെ? ഇങ്ങനെ ഒരൊറ്റ ടേൺ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനുള്ളിൽ 10 ബേസ് പെയേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അല്ലെങ്കിൽ 10 സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഓരോ സ്റ്റെപ്പിന്റെയും ഇടയിലുള്ള ആ ഒരു ലെങ്ത്, ആ ഒരു നമ്മള് ബേസ് പെയറിന്റെ ആ ഒരു റൈസ് നോക്കുവാണെങ്കിൽ എത്രയാണ്? ഓരോന്നിന്റെ ഇടയിലും 3.4 എത്രയാണ്? ആംസ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുള്ള അത്രയും എന്ത് കാണാൻ പറ്റും? ആ ഒരു ലെങ്ത് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു റൈസ് ആയിരിക്കും ഓരോ ഇങ്ങനെ 2 ബേസ് പെയേഴ്സ് അതിന്റെ ഇടയിലുള്ള ആ ഒരു റൈസ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3.4 ആംസ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരൊറ്റ ടേൺ അല്ലെങ്കിൽ ആ ഒരു 10 എണ്ണത്തിന് എടുത്ത് നോക്കുമ്പോൾ അതിൽ എത്രയായിരിക്കും? 34 ആംസ്ട്രോങ് ആയിരിക്കും. ഓക്കെ. മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ. നോക്കുമ്പോൾ 3.4 ആംസ്ട്രോങ്. ഓക്കെ. ആ ഒരു ഓരോ സ്റ്റെപ്പിനും ഓരോ സ്റ്റെപ്പിന്റെ റൈസ് വരുന്നത് 3.4 ആംസ്ട്രോങ് ആണ്. ഒരു ടേണിൽ 10 ആയതുകൊണ്ട് തന്നെ എന്താണ്? 10 ബേസ് പെയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ മൊത്തം റൈസ് നമ്മൾ നോക്കുമ്പോൾ എത്രയായിരിക്കും? 34 ആംസ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ സ്ട്രാൻഡും നമ്മളെ ഈ ഓരോ സ്ട്രാൻഡും ഇങ്ങനെ
ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഓരോ സ്ട്രാൻഡ് കഴിയുമ്പോൾ ഒരു 36 ഡിഗ്രി അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചരിവ് ആ ഒരു ഇത് വരുന്നുണ്ട് അതിന്. ഓക്കെ, ഒരു ടേൺ വരുന്നുണ്ട്. ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ അസെൻഡ് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് പോകും തോറും അതിന് എന്ത് വരുന്നുണ്ട്, ഒരു 36 ഡിഗ്രിയുടെ ഒരു ചരിവ് അല്ലെങ്കിൽ ഒരു ടേൺ അതിന് DNA മോളിക്യൂളിന് വരുന്നുണ്ട്, അല്ലെങ്കിൽ DNA ആ പാർട്ടിന് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഷുഗറിന്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും തമ്മിലുള്ള ബോണ്ട് എന്താണ്? എസ്റ്റർ ബോണ്ട് ആണ്. എന്താണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്താണ് ഷുഗർമില് പിന്നെ എന്തുകൂടി വരും, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി വരുന്നത്. ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും പിന്നെ ഷുഗറിന്റെ ആ ഒരു അവര് തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? എസ്റ്റർ ബോണ്ട് ആണ് ഉണ്ടാക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് എന്തുണ്ടാക്കുന്നുണ്ട്? എസ്റ്റർ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബോണ്ടിന് എന്താണ് പറയാ? ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എന്നാണ് പറയാ. ഓക്കെ, എന്ന് വെച്ചാല് ഒരു ഷുഗറിന്റെ എന്താവും, രണ്ട് സൈഡിൽ നിന്ന് അവർ എന്തുണ്ടാക്കുന്നുണ്ട്, എസ്റ്റർ ബോണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ആ രണ്ടും കൂടി കൂട്ടിയിട്ട് എന്താണ് പറയുന്നത്? ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എന്നാണ് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയോ? ഓക്കെ, നമ്മുടെ ഒരു ഷുഗർ നമ്മള് ഓക്കെ, ഈ ഒരു ഷുഗറിലേക്ക് എന്ത് ചേർന്നിട്ടുണ്ട്? ഒരു ഷുഗറിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെ, ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അവര് ബൈൻഡ് ചെയ്ത് ആ ഉണ്ടാക്കുന്ന ഒരു ബോണ്ട് ഇല്ലേ, അവർ തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? എസ്റ്റർ ബോണ്ട് ആണ്. ഓക്കെ, എസ്റ്റർ ബോണ്ട് ആണ്. ഒരൊറ്റതായിട്ടല്ല നിൽക്കുന്നത്. ഇവരെന്തുണ്ടാക്കുന്നുണ്ട്? ഒരേ മോളിക്യൂളിൽ തന്നെ താഴേക്ക് ഇങ്ങനെ പോകുമ്പോൾ കുറെ ബോൺസ് ഉണ്ടാക്കുന്നില്ലേ, ഒന്നിൽ തന്നെ എന്തുണ്ടാക്കും? ഇതുപോലെയുള്ള രണ്ട് ബോൺസ് അവര് ഉണ്ടാക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഫോസ്ഫോയും ഫോസ്ഫോ ഡൈ രണ്ട് എസ്റ്റർ ബോണ്ട്, ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് ആണ് എന്തുണ്ടാകുന്നത്, കാണുന്നത്. ഓക്കെ, ഓക്കെ. വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് DNA എന്ന് പറയുമ്പോൾ എന്താണ്? ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിലാണ് കാണുന്നത്. എന്താണ്? പോളിന്യൂക്ലിയോടൈഡ്സ്. പോളിന്യൂക്ലിയോടൈഡ്സ് എന്ന് വെച്ചാൽ എന്താ? കുറേ ന്യൂക്ലിയോടൈഡ്സ്. എന്താ ന്യൂക്ലിയോടൈഡ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി അല്ലെ, ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ DNA ഇരിക്കുന്നത് എന്തുകൊണ്ടാ? ന്യൂക്ലിയോടൈഡ് ഇങ്ങനെ വെച്ചിട്ടല്ലേ, രണ്ട് ന്യൂക്ലിയോടൈഡ്സിന്റെ പോളിമേഴ്സ് ഒരുമിച്ച് വെച്ചിട്ടല്ലേ DNA ഉണ്ടാക്കിയിരിക്കുന്നത്. DNAന്റെ രണ്ട് ഇതെടുത്ത് നോക്കുമ്പോ എന്താണ്, ഇതില് ന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെ വെച്ചിട്ടാണ് ഓരോന്നും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? ഇതൊരു പോളിന്യൂക്ലിയോടൈഡ് ആണ് അല്ലെ, ഇതൊരു പോളിന്യൂക്ലിയോടൈഡ് ആണ്, ഇത് ഒരു പോളിന്യൂക്ലിയോടൈഡ് ആണ്. ഇവര് രണ്ടുപേരും ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? DNA ഉണ്ടാക്കിയിരിക്കുന്നത്. അതില് ഇവരിങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഈ പോളിന്യൂക്ലിയോടൈഡിലുള്ള നൈട്രജൻ ബേസും ഈ പോളിന്യൂക്ലിയോടൈഡിലുള്ള നൈട്രജൻ ബേസും തമ്മിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട് അവർക്കിടയിൽ അല്ലെ, ഇല്ലേ? ഓക്കെ, ഈ ഒരു എന്താണ്, അവര് ആന്റി പാരലൽ ആയിട്ടാണ് കാണുന്നത്. ആന്റി പാരലൽ എന്ന് വെച്ചാല് ഇവരുടെ ഒരു പൊളാരിറ്റി നോക്കുവാണെങ്കിൽ 3' 5'. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ ഞാൻ എന്ത് എഴുതണം? ഇവിടെ നേരെ 3'. ഇത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതാട്ടോ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല ഉണ്ടാവുക.
പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ എന്തുണ്ട്, ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ട് എന്താക്കിയിട്ടുണ്ട്, നൈട്രജൻ ബേസസ് രണ്ടിനെയും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതാക്കിയിട്ടുണ്ട് അല്ലെ. ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, നൈട്രജൻ ബേസ് തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഇതിന്റെ പൊളാരിറ്റി നോക്കുകയാണെങ്കിൽ 5'3' ആണെങ്കിൽ, ഇത് 5'3' ആണെങ്കിൽ നേരെ തിരിച്ച് മറ്റേത് എന്തായിരിക്കും, 3'5' ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് ആന്റി പാരലൽ ആണെന്ന് പറയുന്നത്. ഓക്കെ, പാരലൽ ആവണമെങ്കിൽ എന്താണ്, ഇവിടെയും 5'3' എന്ന് വരേണ്ടിയിരുന്നു. ഇതിപ്പോ എന്താണ്, ആന്റി പാരലൽ ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. ബാക്ക് ബോൺ ഫോം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഷുഗർ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഷുഗർ ഫോസ്ഫേറ്റ് കൊണ്ടാണ്. ഇവിടെ ഈ ബാക്ക് ബോൺ ഉണ്ടായിരിക്കുന്നത്, ഇവിടെ ഇപ്പൊ നൈട്രജൻ ബേസ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഇതാക്കിയിട്ടുണ്ട്, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തൊക്കെയാ ഉള്ളത്, ഷുഗർ ഉണ്ട്, ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ബാക്ക് ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഷുഗർ ഫോസ്ഫേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷുഗർ ചെയിൻ, ആ ഒരു ഇതുകൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, DNA ബാക്ക് ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ നൈട്രജൻ ബേസസ് എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്, ഏകദേശം ഉള്ളിലേക്ക് ഫേസ് ചെയ്ത രീതിയിലേക്കാണ് എന്ത് കാണുന്നത്, നൈട്രജൻ ബേസസ് കാണുന്നത്, പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വൺ ലിപ്പിഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ലിപ്പിഡ്സ് എന്ന് പറയുന്നത് എന്താണ്, വാട്ടർ ഇൻസോല്യബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. ലിപ്പിഡ്സ് എന്താണ്, വാട്ടർ ഇൻസോല്യബിൾ ആണ്. അവരെ സിമ്പിൾ ആയിട്ട് എന്ത് പറയാം, അവര് സിമ്പിൾ ഉള്ള ഫാറ്റി ആസിഡ്സ് ആയിട്ടും, എന്താണ് ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോള്, പിന്നെന്താണ് സിമ്പിൾ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആയിട്ട് കാണാം. അതുപോലെ തന്നെ എന്താണ് കോംപ്ലക്സ് ആയിട്ടുള്ള ഫോമിൽ ആരെ കാണാം, ഈ ഒരു ലിപ്പിഡ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മളൊരു ഫാറ്റി ആസിഡ്സ് ഗ്ലിസറോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതില് ഫാറ്റി ആസിഡിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ലിപ്പിഡ് എന്ന് പറയുമ്പോൾ ഫാറ്റി ആസിഡ്സ് ഗ്ലിസറോൾ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇതിലാണ്. അപ്പൊ അതിൽ ഫാറ്റി ആസിഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും. ആ കാർബോക്സിൽ ഗ്രൂപ്പ് ഒരു R ഗ്രൂപ്പ്, ഒരു വേരിയബിൾ ഗ്രൂപ്പ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഈ ഒരു വേരിയബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താവാം, മിഥൈൽ ആവാം, ഇഥൈൽ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ എന്താണ് 1 to 19 കാർബൺസ് ഉള്ള ഏതെങ്കിലും ഒക്കെ ഒരു ഗ്രൂപ്പ് ആവാം. ഓക്കെ, ഫാറ്റി ആസിഡ്സിൽ കാർബോക്സിൽ ഗ്രൂപ്പും ഉണ്ട്, ഒരു വേരിയബിൾ ഗ്രൂപ്പും ഉണ്ട്. ആ വേരിയബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, മിഥൈൽ ആവാം, ഇഥൈൽ ആവാം, പിന്നെ എന്താണ് 1 to 19 വരെയുള്ള കാർബൺ, അത്രയും കാർബൺസ് ഉള്ള ഏത് ഗ്രൂപ്പ് വേണമെങ്കിൽ എന്തിൽ വരാം, ഈ ഒരു R എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ഗ്രൂപ്പിൽ വരാം. അപ്പൊ നമ്മൾ പാൽമിറ്റിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആസിഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെന്താണ് 16 കാർബൺ ആണുള്ളത്. 16 കാർബൺ ഉള്ള ഒരു ഫോം ആണ്. അതെന്താണ്, ഒരു കാർബോക്സൈൽ കാർബണും കാണുന്നുണ്ട്. ഒരു 16 കാർബൺ ഉണ്ട്, എന്താണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു കാർബോക്സിൽ കാർബൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. പിന്നെ എന്താണ് അരാക്കിഡോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ അതിലെന്താണ് 20 കാർബൺ ആറ്റംസ് ഉണ്ടാവും, ഒരു കാർബോക്സൈൽ കാർബണും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാറ്റി ആസിഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഫാറ്റി ആസിഡ്സിന് സാച്ചുറേറ്റഡ് ആയിട്ടും അൺസാച്ചുറേറ്റഡ് ആയിട്ടും നമുക്ക് കാണാൻ പറ്റും. സാച്ചുറേറ്റഡ് ഫോം എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടാവില്ല, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും എന്തുണ്ടാവില്ല, കാണാൻ പറ്റില്ല. ഓക്കെ, അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താവും, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെന്താണ് ട്രൈഗ്ലിസറൈഡ്സ് അല്ലെങ്കിൽ ഗ്ലിസറോള്,
പിന്നെ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞാൽ ഫാറ്റ്സും അതിനെ ഫാറ്റ്സ് ഓയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. മോണോഗ്ലിസറൈഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫാറ്റി ആസിഡ്സ് പ്ലസ് ഗ്ലിസറോള്. ഡൈഗ്ലിസറൈഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് 2 ഫാറ്റി ആസിഡ്സ് പ്ലസ് 1 ഗ്ലിസറോള്. ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുമ്പോൾ 3 ഫാറ്റി ആസിഡ്സ് പ്ലസ് 1 ഗ്ലിസറോള്. ഓക്കെ, മോണോഗ്ലിസറൈഡ്സ് എന്ന് പറയുമ്പോൾ 1 ഫാറ്റി ആസിഡ് പ്ലസ് 1 ഗ്ലിസറോള്. ഡൈഗ്ലിസറൈഡ്സ് എന്ന് പറയുമ്പോൾ 2 ഫാറ്റി ആസിഡ്സ് 1 ഗ്ലിസറോള്. പിന്നെ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുമ്പോൾ 3 ഫാറ്റി ആസിഡ്സ് പ്ലസ് 1 ഗ്ലിസറോള്. ട്രൈഗ്ലിസറൈഡിന്റെ ഫോം സ്ട്രക്ചർ ആണിത്. ഇതെന്താണ്? ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലെസിറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫോസ്ഫോലിപ്പിഡിന്റെ സ്ട്രക്ചർ ആണിത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? റിയാക്ഷൻസിന്റെ ഇതാണ് വരുന്നത്. എന്താണ്? ഫിസിക്കൽ റിയാക്ഷനും ഉണ്ട്, കെമിക്കൽ റിയാക്ഷനും ഉണ്ട്. ഫിസിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബോൺസ് ഒന്നും ബ്രേക്ക് ചെയ്യാണ്ട് എന്ത് ചെയ്യുക, ഫിസിക്കലി മാത്രം അവർക്കൊരു ചേഞ്ച് വരിക, അതിനെയാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫിസിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഷേപ്പ് മാത്രമേ മാറുന്നുള്ളൂ, എന്ത് മാറുന്നില്ല? അവരുടെ കെമിക്കലി അവരുടെ ഒരിതും മാറുന്നില്ല. ഓക്കെ, എന്താണ്? ബ്രേക്ക്, ബോണ്ട് ഒന്നും ബ്രേക്ക് ചെയ്യാണ്ട് അവരെന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ആ ഷേപ്പ് മാത്രം മാറുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് എന്താണ്? ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആവുന്നുണ്ട്, അല്ലെങ്കിൽ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? വേപ്പർ ആയിട്ട് പോകുന്നുണ്ട്. ഇതിലൊക്കെ വാട്ടറിന്റെ എന്ത് മാറുന്നില്ല? കെമിക്കൽ ഫോം മാറുന്നില്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാല് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ബോൺസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്ന അങ്ങനെയുള്ള റിയാക്ഷൻ എന്താ പറയുന്നത്? കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ബോൺസ് ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ബോൺസ് ഉണ്ടാക്കി അതിന്റെ ഒരു ട്രാൻസ്ഫർമേഷൻ ഒക്കെ നടന്ന്, ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്? കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ആയിട്ട് എൻസൈംസിനെ നോക്കുകയാണെങ്കിൽ, എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. അവരെന്താണ്? ഒരു റിയാക്ഷനെ അല്ലെങ്കിൽ എന്താണ് ബയോകെമിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിയാക്ഷൻ എന്ത് ചെയ്യും? ഒന്നുകിൽ അതിനെ പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു എന്താണ് കാറ്റലിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? അവർ ആക്ട് ചെയ്യും. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ എൻസൈംസും എന്താണ്? പ്രോട്ടീൻസ് ആണ്. പക്ഷേ എന്താണ്? നമ്മുടെ റൈബോസൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള റൈബോസൈംസിലായിട്ടുള്ള എന്താണ് നമ്മുടെ എൻസൈംസ് എന്തല്ല, അവര് പ്രോട്ടീൻ അല്ല, നോൺ പ്രോട്ടീൻ എൻസൈംസ് ആണ്. ഓക്കെ, ഹലോ, യെസ് മാം. ഓക്കെ. എൻസൈംസിന്റെ ഇതൊന്ന് പറഞ്ഞേ, എന്താണ് എൻസൈംസ്? ഇതൊന്ന് പറഞ്ഞേ. റിയാക്ഷന് ഫാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, റിയാക്ഷന് എന്താണ്? റിയാക്ഷന് വേണ്ടി പ്രൊമോട്ട് ചെയ്യും. പ്രൊമോട്ടർ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. എന്തായിട്ടാണ്? ഒരു ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എൻസൈംസ് ആക്ട് ചെയ്യുന്നത്. മോസ്റ്റ്ലി എന്തിനാണ്? ഒരു ബയോകെമിക്കൽ റിയാക്ഷൻ അങ്ങനെയുള്ള റിയാക്ഷൻ എന്താണ് ചെയ്യുന്നത്? പ്രൊമോട്ട് ചെയ്യാനാണ് ഇതാക്കുന്നത്. ഓക്കെ, മോസ്റ്റ്ലി എന്താണ് ചെയ്യുന്നത്? പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അത്യാവശ്യം ഓൾമോസ്റ്റ് ഉള്ള എല്ലാ എൻസൈംസും എന്താണ്? പ്രോട്ടീൻസ് ആണ്. പക്ഷെ അവിടെ എക്സെപ്ഷൻസ് ഉണ്ട്. എന്ത്? റൈബോസൈംസ് പറഞ്ഞിട്ടുള്ള എൻസൈംസ് എന്താണ്? നോൺ പ്രോട്ടീൻ എൻസൈംസ് ആണ്. ഓക്കെ, പിന്നെ എൻസൈംസിന് എന്തുണ്ട്? ഒരു ആക്റ്റീവ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്.
ആക്റ്റീവ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് ഉണ്ട്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? സബ്സ്ട്രേറ്റ് പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ആക്റ്റീവ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്. അവിടെയാണ് സബ്സ്ട്രേറ്റ് എന്ത് ചെയ്യുന്നത്? ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, എൻസൈംസിന് ഭയങ്കര ലോയിലും ഭയങ്കര ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ ആ ഒരു ഒപ്റ്റിമം അല്ലെങ്കിൽ ആ ഒരു ഇത് കാണിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഭയങ്കര ലോ ടെമ്പറേച്ചറിലും ഭയങ്കരമായിട്ടുള്ള ഹൈ ടെമ്പറേച്ചറിലും ഭയങ്കര ഹൈ ടെമ്പറേച്ചറിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലൊക്കെ പോവുകയാണെങ്കിൽ എന്ത് പറ്റും? എൻസൈംസ് ഡീനാച്ചുറേഷൻ വന്നിട്ട് അത് എന്ത് ചെയ്യും? അത് ബ്രേക്ക് ആയി അത് നശിച്ചു പോകും. ഓക്കെ, ഭയങ്കര ലോ ടെമ്പറേച്ചറിലും എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഭയങ്കര ലോ ടെമ്പറേച്ചറിലും ഭയങ്കര ഹൈ ടെമ്പറേച്ചറിലും അവർ എന്ത് കാണിക്കുന്നില്ല? ഈ ഒരു കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നില്ല. ഓക്കെ, ഇതെന്താണ്? സബ്സ്ട്രേറ്റ് എൻസൈം. ഓക്കെ, ഇതൊരു എൻസൈം സബ്സ്ട്രേറ്റ് അവരുടെ എൻസൈം ആക്ഷന്റെ ഒരു ഇതാണല്ലേ. അപ്പം ഈ എന്ന് പറയുന്നത് എന്താണ്? എൻസൈം. എൻസൈം എസോ? സബ്സ്ട്രേറ്റ്. ഓക്കെ, ഇതിന്റെ ആ പ്രോസസ് അതൊന്ന് പറഞ്ഞേ. ഇതിന്റെ ഫസ്റ്റ് എന്തായിരിക്കും? ഫസ്റ്റ് നടക്കുന്നത് എൻസൈമും സബ്സ്ട്രേറ്റും. ഓക്കെ, ഫസ്റ്റ് ഫസ്റ്റ് ഒരു എൻസൈമും സബ്സ്ട്രേറ്റും, എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റിന് നമ്മൾ കൊടുത്തു. അപ്പം രണ്ടാമത് അവിടെ എന്തുണ്ടാവും? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും അല്ലേ? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആവും അല്ലേ? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കും. ഈ ഒരു എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു എന്താണ്? ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഓക്കെ, ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന് തിരിച്ച് എന്താവാൻ പറ്റും? എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് ആയിട്ട് മാറാൻ പറ്റും. ഓക്കെ, ഈ ഒരു കോംപ്ലക്സിന് തിരിച്ച് എൻസൈമും സബ്സ്ട്രേറ്റും ആയിട്ട് മാറാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൂന്നാമത്തത് ഇത് എന്താണ്? പ്രൊമോട്ടർ. ഇത് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇതാണ് ശരിക്കും എന്താവുന്നത്? ഒരു സബ്സ്ട്രേറ്റ് നമ്മൾ എന്തെങ്കിലും സബ്സ്ട്രേറ്റിന് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് അതിൽ നിന്ന് പ്രൊഡക്റ്റ് ആണ് വേണ്ടത് അല്ലേ? അപ്പം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായി. അത് കഴിഞ്ഞ് അതിൽ നിന്ന് തന്നെ എന്തായി? ഒരു കാറ്റലിറ്റിക് പ്രോപ്പർട്ടി നടത്തി അതിനെന്തായി? എൻസൈം എന്താണ്? പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടാവും. എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ച് സബ്സ്ട്രേറ്റ് ആക്കാനോ അല്ലെങ്കിൽ എന്താണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല. ഓക്കെ, അതൊരൊറ്റ ഡയറക്ഷനിലുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ പറയുമ്പോൾ എന്താണ്? എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടായി. എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് എന്താവും? ഇതെന്താണ്? എൻസൈം പ്ലസ് പ്രൊഡക്റ്റ് ഡിറ്റാച്ച് ചെയ്ത് പോകും അല്ലെ? എൻസൈമും പ്രൊഡക്റ്റും രണ്ടായിട്ട് വേർതിരിഞ്ഞു പോകും. ഇതാണ് എന്ത്? എൻസൈം ആക്ഷൻ എന്ന് പറയുന്നത്. എൻസൈമിന്റെ ആക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഓക്കെ, ഇപ്പം ഒരു എൻസൈം വന്നിട്ട് ഇപ്പൊ ഒരു റിയാക്ഷനിൽ നമ്മൾ ഒരു എൻസൈമിന് ഇടുമ്പോൾ അവരെന്താണ് അവിടെ ചെയ്യുന്നത്? അല്ലെങ്കിൽ എൻസൈം അല്ലെങ്കിൽ ഒരു എൻസൈമിന് എന്തൊക്കെ വേണം ഒരു റിയാക്ഷനെ നടത്താൻ? അല്ലെങ്കിൽ കാറ്റലിറ്റിക് പ്രോപ്പർട്ടിക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? അല്ലെങ്കിൽ ഈ ഒരു എൻസൈമിന്റെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടീനെ എൻസൈം കാറ്റലിറ്റിക് പ്രോപ്പർട്ടീനെ ആക്ടിവേഷൻ എനർജി ആ ഒരു ഇതാണ്
അതിന്റെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാല് നമ്മുടെ ഒരു എൻസൈം എന്താണ് എൻസൈമാറ്റിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ എൻസൈം കാറ്റലിറ്റിക് പ്രോപ്പർട്ടിക്ക് എന്താണ് അതിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ ഉണ്ടാവും, pH ഉണ്ടാവും, പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് അല്ലേ? ഓക്കെ, ടെമ്പറേച്ചർ എങ്ങനെയാ നോക്കുന്നത്? നമ്മുടെ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം എന്ന് വെച്ചാല് എന്ത് വേണം? അല്ലെങ്കിൽ എൻസൈം ആക്റ്റീവ് ആയിട്ട് ആ ഒരു ഇത് നടക്കണമെങ്കിൽ, ഒരു റിയാക്ഷൻ നടക്കണമെങ്കിലും അല്ലെങ്കിൽ എൻസൈം ആക്റ്റീവ് ആയിട്ട് അതിന് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി നടക്കണമെങ്കിലും എന്ത് വേണം? ഒരു ഒപ്റ്റിമം ആയിട്ടുള്ള ടെമ്പറേച്ചർ വേണം. അതിന്റെ താഴെ പോയാലും എൻസൈം ആക്ടിവിറ്റി നടക്കില്ല, അതിന് കൂടുതൽ ഹൈ ആയാലും നടക്കില്ല. അതിപ്പോ ഒരു റിയാക്ഷൻ ആയാലും അങ്ങനെ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിലേ അത് നടക്കുള്ളൂ. അതിന്റെ താഴെ പോയാലും നടക്കില്ല, എന്ത് ചെയ്യില്ല, അതിന് മുകളിലായാലും നടക്കില്ല. അപ്പൊ pH എന്ന് പറയുന്നത് എന്തായിരിക്കും? pH എങ്ങനെയാണ് ഈ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ എൻസൈം ആക്ടിവിറ്റീനെ എന്താണ് ഒരു അതിലൊരു ഇത് ഇതാക്കുന്നത്? അത് തന്നെ, ഒപ്റ്റിമം pH അങ്ങനെയുള്ളത് എന്തെങ്കിലും വേണ്ടി വരും അല്ലെ? ഒരു ഒപ്റ്റിമം pH മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു റിയാക്ഷൻ ആ ഒരു റേറ്റിൽ അല്ലെങ്കിൽ ഇതില് നടക്കുന്നുള്ളൂ അല്ലെ? ഇനി കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് എന്ന് പറയുമ്പോഴോ? നമ്മുടെ സബ്സ്ട്രേറ്റിന്റെ അളവ് ഭയങ്കര കുറവാണെങ്കിൽ റിയാക്ഷന്റെ റേറ്റ് എന്തായിരിക്കും? റേറ്റും കുറവായിരിക്കും. ഇപ്പൊ ഒരുപാട് സബ്സ്ട്രേറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ? ഇത്രയും നേരം പറഞ്ഞാൽ എന്തേലും മനസ്സിലായിണ്ടോ? യെസ് മിസ്. ഈ എൻസൈംസിന്റെ പാർട്ട് ഒന്ന് പറയാവോ? ബയോളജിക്കലി ആക്റ്റീവ് മിക്സഡ് ഇതാവും, പ്രൊമോട്ട് ചെയ്യും അതിന്റെ ഫങ്ഷൻ. പിന്നെന്താണ് മോസ്റ്റ്ലി അവര് പ്രോട്ടീൻസ് ആണ്, റൈബോസൈംസ് പോലെയുള്ള ചിലത് എന്താണ് നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള എൻസൈംസ് ആണ്. പിന്നെന്താ ആക്റ്റീവ് സൈറ്റ് ഉണ്ട്, അവിടെ പോയി സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു എൻസൈം ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പാർട്ട് അല്ലെ? എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ്, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നു, എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നു. പിന്നെന്താണ് എൻസൈം പ്ലസ് പ്രൊഡക്റ്റ് രണ്ട് എൻസൈമായിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് ഡിറ്റാച്ച് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇന്ന് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, സമയമായിട്ടുണ്ട്, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഒരു പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നാളെ ഒന്നുകൂടി ഒന്ന് നോക്കി നോക്കാം. ഇനി കുറച്ചേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത്, ബയോമോളിക്യൂൾസിൽ ഇനി കുറച്ചേ ഉള്ളൂ. ഈ ഒരു പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നാളെ നോക്കാം. ഇതിന്റെ ക്വസ്റ്റ്യൻസ് എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യാം. ഇതിന്റെയോ? ഈ ചാപ്റ്ററിന്റെ ഉണ്ടല്ലോ. അതിന്റെ ഡേറ്റ് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് എടുക്കുന്ന ചാപ്റ്റർ. അപ്പം നിങ്ങളുടെ സ്ട്രക്ചറൽ ഫ്രോഗും കോക്രോച്ചും എന്തിൽ വന്നിട്ടില്ല? എക്സാമിൽ മോക്ക് ടെസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ?
അപ്പം അതും ഇനി അങ്ങോട്ട് എടുക്കുന്ന ഒരു 2-3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് തോന്നുന്നു ഒരു 2-3 ദിവസം എടുക്കണ്ടാവില്ല. 2 ദിവസം കഴിയുമ്പോൾ അങ്ങനെ എന്ത് വരും, ഈ ഒരു 3 ചാപ്റ്റേഴ്സിന്റെ എങ്ങനെ എക്സാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ടെസ്റ്റ് നിങ്ങൾക്ക് ഇടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത ഞായറാഴ്ച നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട്. കേട്ടോ? ഓക്കെ മാം. ഓക്കെ.